ഈ ഒരു അവതരണം നടത്താൻ അവസരം തന്ന ഡയലറ്റിക്കൽ റീസർച്ച് ഫോറത്തിന് ആദ്യമായിട്ട് നന്ദി പറയാണ്. അപ്പം അവതരണത്തിലേക്ക് കടക്കുകയാണ്. അപ്പം ഒരു സ്ലൈഡ് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പം ഞാൻ സ്ലൈഡ് വെക്കാം. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സ്ലൈഡ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാണുന്നുണ്ട്. എന്നാൽ വിഷയത്തിലേക്ക് വരാം. എംപിരിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് മാർക്സ് ലോസ് അണ്ടർ ക്യാപിറ്റലിസം എന്നതാണ് വിഷയം. ഇപ്പൊ ഇതിന്റെ ഈ പ്രസന്റേഷന്റെ ഓവർവ്യൂ ഇതാണ്. എംപിരിക്കൽ എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ പൊളിറ്റിക്കൽ ഇക്കോണമിയിൽ എംപിരിക്കൽ നോൺ എംപിരിക്കൽ അപ്രോച്ചസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് പറഞ്ഞു കഴിഞ്ഞിട്ട് മാർക്സിന്റെ പ്രധാനപ്പെട്ട 3 നിയമങ്ങൾ, ലോ ഓഫ് വാല്യൂ, ലോ ഓഫ് അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ, ലോ ഓഫ് ടെൻഡൻസി ഓഫ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഓഫ് ആൾ, ഇത് 3ഉം നമ്മൾ ഒരു ബേസിക് എക്സ്പ്ലനേഷൻ ഓഫ് ദി ലോ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആ ലോ നമ്മളെ എങ്ങനെയാണ് എംപിരിക്കലി ഫോർമുലേറ്റ് ചെയ്യുക, അതായത് നമുക്ക് എക്സിസ്റ്റിംഗ് ഫാക്ട്സ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അതിനെ പരിശോധിക്കാൻ എങ്ങനെയാണ് എംപിരിക്കലി ഫോർമുലേറ്റ് ചെയ്യുക എന്ന് നോക്കും. അങ്ങനെ ഫോർമുലേറ്റ് ചെയ്യും. അതിനുശേഷം നിലവിലുള്ള ഡാറ്റ വെച്ചിട്ട് അതിന്റെ ഒരു ട്രൂത്ത്ഫുൾനെസ്, അത് ശരിയാണോ അല്ലേ എന്നുള്ളത് നോക്കും. അതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള പ്രൊസീജിയർ. ഞാൻ കുറച്ചധികം സമയം എടുക്കുക ലോ ഓഫ് വാല്യൂലായിരിക്കും, മറ്റത് ഞാൻ അത്യാവശ്യം വേഗത്തിൽ പോകും. അങ്ങനെയാണ്. അപ്പം ഇനി ഇതില് ഒരു കാര്യം, എംപിരിക്കൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്നുള്ളതാണ്. എംപിരിക്കൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ പറ്റുന്ന കാര്യങ്ങളെയാണ്. ഒറ്റ മിനിറ്റ്, ഞാനൊരു നോട്ട് വെച്ചിരുന്നു. ഓക്കെ. വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഞാനൊന്ന് ടൈമർ ഓൺ ആക്കണം, അത് വിട്ടുപോയി തിരക്കിൽ. അപ്പൊ പ്രസന്റേഷനിലേക്ക് വരികയാണ്. എംപിരിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെരിഫയബിൾ ബൈ ഒബ്സർവേഷൻ ഓർ എക്സ്പീരിയൻസ് റാദർ ദാൻ ബൈ തിയറി ഓർ പ്യുവർ ലോജിക്. അതായത് നിരീക്ഷണത്തിലൂടെയോ അനുഭവത്തിലൂടെയോ സ്ഥിരീകരിക്കാൻ പറ്റുന്ന ഒന്ന് എന്നാണ്. ആ രീതിയിലാണ് മാർക്സിന്റെ നിയമങ്ങളെ നമ്മളിവിടെ പരിശോധിക്കുന്നത്. അല്ലാതെ വിശദീകരണക്ഷമതയുള്ള ഒരു സൈദ്ധാന്തിക പദ്ധതി മാത്രമായിട്ടല്ല. തീർച്ചയായിട്ടും മാർക്സിസം അത്തരത്തിൽ നല്ല വിശദീകരണക്ഷമതയുള്ള ഒരു സൈദ്ധാന്തിക പദ്ധതിയാണ്. മുതലാളിത്ത സമൂഹത്തിനകത്തെ പ്രവണതകളെ കാര്യക്ഷമമായി വിശദീകരിക്കാനും വിശകലനം ചെയ്യാനുമുള്ള അതിന്റെ ശേഷി കമന്റബിൾ ആണ്. അപ്പം നമ്മൾ അങ്ങനെ ആ രൂപത്തിലല്ല നോക്കുന്നത് ഇവിടെ. രണ്ടാമത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ വിശദീകരിക്കുന്നത്. ലോജിക് എന്ന് പറയുമ്പോൾ ഗിവൺ ദീസ് പ്രിമൈസസ് വി ഹാവ് ദീസ് ഇൻഫറൻസസ്, ആ രൂപത്തിലാണല്ലോ ലോജിക്ക് പോകുന്നത്. അപ്പൊ ലോജിക്കൽ കൺസിസ്റ്റൻസി പരിശോധിക്കലല്ല നമ്മുടെ ഉദ്ദേശം. പൊതുവെ ലോജിക്കലി കൺസിസ്റ്റന്റ് ആണ് എന്നതാണ് എൻ്റെ ഈ ഒരു അവതരണത്തിലെ ബോധ്യം. ഈ കാര്യത്തിൽ ചില പ്രത്യേക സന്ദർഭങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മാർക്സിസത്തിനകത്ത് ഡിബേറ്റുകളുണ്ട്. നമ്മൾ അതിനേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. അടുത്തൊരു കാര്യം, ലോ അല്ലെങ്കിൽ നിയമം എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ 3 വാക്കുകൾ ഒന്ന് ഇവിടെ ക്ലാരിഫൈ ചെയ്തിട്ട് പോവാം. ഒന്ന് ഹൈപ്പോത്തീസിസ്, തിയറി, ലോ. ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്രൊപ്പോസിഷൻ ഓർ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ക്യാൻ ബി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊപ്പോസിഷൻ. തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ജനറലൈസ് സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾ ടു എക്സ്പ്ലെയിൻ സംതിങ് ആൻഡ് that should be supported by observation and evidence. Law എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a precise mathematical relationship that is found to be true. അപ്പം ഇന്നത്തെ നമ്മൾ അവതരണത്തിലെ ക്ലെയിം മാർക്സിന്റെ ലോ ഈ അർത്ഥത്തിൽ ലോന്റെ ക്രൈറ്റീരിയനെ ക്വാളിഫൈ ചെയ്യുന്നത്, അതായത് ഒരു പ്രിസൈസ് മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ദാറ്റ് ഈസ് ഫൗണ്ട് ടു ബി ട്രൂ എന്ന അർത്ഥത്തിൽ മാർക്സിന്റെ ഈ നിയമങ്ങളെ നമുക്ക് മനസ്സിലാക്കാനും പരിശോധിക്കാനും പറ്റുമെന്നുള്ളതാണ് അവതരണത്തിനകത്തെ ക്ലെയിം. അപ്പൊ അടുത്തത് മാർക്സിസ്റ്റ് പൊളിറ്റിക്കൽ ഇക്കണോമിയിലെ എംപിരിക്കൽ ട്രഡീഷൻസ്. അത് ബേസിക്കലി ക്ലാസിക്കൽ മാർക്സിസം തന്നെ എംപിരിക്കൽ ആയിട്ടുള്ള സംഗതികൾ പഠനത്തിൽ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. മാർക്സ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ടാക്സ് റിട്ടേൺ ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്. വർക്കിംഗ് ക്ലാസ് പോപ്പുലേഷന്റെ കണ്ടീഷൻ നോക്കാൻ വേണ്ടിയിട്ട് ന്യൂട്രീഷൻ ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ എംഗൽസിന്റെ കണ്ടീഷൻ ഓഫ് വർക്കിംഗ് ക്ലാസ് ഇൻ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് എംപിരിക്കൽ ഡാറ്റ ധാരാളം ഉപയോഗിച്ചിട്ടുള്ള പഠനമാണ്. ലെനിൻ ആണെങ്കിൽ ദ ഡെവലപ്മെന്റ് ഓഫ് ക്യാപിറ്റലിസം ഇൻ റഷ്യ,
അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് റഷ്യയിൽ ക്യാപിറ്റലിസം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള നരോദിനിക്കോളായിട്ടുള്ള ഒരു പോളമിക്കിന്റെ സമയത്ത് അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അത് യൂറോപ്പിലെയും റഷ്യയിലെയും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹൗസ് ഹോൾഡിങ്, അതുപോലെ തന്നെ സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസ്, ഇതിന്റെയൊക്കെ കണക്ക് വെച്ചിട്ട് വളരെ എംപിരിക്കൽ ആയിട്ട് തന്നെയാണ് ലെനിൻ അത് വാദിക്കുന്നത്. ആ അർത്ഥത്തിലാണ് അഗ്രേറിയൻ സോഷ്യലിസത്തിൽ നിന്ന് ആ പ്രോഗ്രാം മാറാൻ തന്നെ കാരണമായ ഒരു വർക്കാണ്. അപ്പം അതുപോലെ തന്നെ ഇമ്പീരിയലിസത്തിനകത്തും എംപിരിക്കലാണ്, എംപിരിക്കൽ ആയിട്ടുള്ള വസ്തുതകൾ ധാരാളം ഉപയോഗിക്കുന്നത്. അപ്പൊ ക്ലാസിക്കൽ മാർക്സിസത്തിന്റെ ആ ട്രഡീഷനകത്ത് ആ ഒരു ധാര വളരെ ശക്തമാണ്. രണ്ടാമത്തെ ഒരു ധാരയുള്ളത് ഈ മാർക്സിയൻ നാഷണൽ അക്കൗണ്ട്സ് എന്ന് പറയും. അങ്ങനെ പറയുമ്പം നമ്മളിപ്പം ഒരു രാഷ്ട്രത്തിന്റെ സമ്പദ്ഘടനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് അതിന്റെ പെർഫോമൻസ് വിലയിരുത്താൻ വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ നിലവിൽ അതിന് സിസ്റ്റംസ് ഉണ്ട്. ഇപ്പൊ യുണൈറ്റഡ് നേഷൻ സിസ്റ്റം ഓഫ് നാഷണൽ അക്കൗണ്ട്സ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാഷണൽ ഇൻകം ആൻഡ് പ്രോഡക്റ്റ് അക്കൗണ്ട്സ്. അപ്പം ഇതിന്റെ ഒരു പ്രശ്നം, നമ്മൾ മാർക്സിസ്റ്റ് പൊളിറ്റിക്കൽ ഇക്കണോമിയിൽ നിന്നിട്ട് നമ്മളൊരു എംപിരിക്കൽ എക്സാമിനേഷന് നിൽക്കുമ്പം നമ്മളെ കാറ്റഗറീസും ഇവർ ഈ മെയിൻ സ്ട്രീം ആയിട്ട് ഉപയോഗിക്കുന്ന കാറ്റഗറീസും നമുക്ക് അതിനകത്ത് പലപ്പോഴും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഡാറ്റ, നമുക്കൊരു പ്രത്യേക കണക്കോ ഡാറ്റയോ ആയിരിക്കും വേണ്ടത്, അത് അവർ പുറത്തു വിടുന്നുണ്ടാവില്ല. അപ്പം അതുപോലെ തന്നെ ചില ഏരിയയിൽ നമ്മളെ അസംഷൻസ് ആയിരിക്കില്ല അവരൊരു ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഇപ്പം എന്താണ് പ്രൊഡക്റ്റീവ് ലേബറോ അൺപ്രൊഡക്റ്റീവ് ലേബറോ ഒക്കെ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പൊ ഇതിനകത്ത് അപ്പൊ എന്താണ്, നമുക്ക് ഇതൊരു എംപിരിക്കലായിട്ട് പരിശോധിക്കണമെങ്കിൽ നമ്മൾ ഈ രൂപത്തിൽ ഡാറ്റ ജനറേറ്റ് ചെയ്യണം. അപ്പം അല്ലെങ്കിൽ ആ ഡാറ്റ കണ്ടെത്താൻ പറ്റുന്ന രൂപത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സിനെ നമ്മൾ കണക്കൂട്ടി എടുക്കണം. എന്നിട്ട് അത് ഒരു പൊതു ഡൊമൈനിലേക്ക് വരണം. അപ്പൊ ഇതിന്റെ ആദ്യത്തെ വർക്ക് വരുന്നത് ഷെയ്ൻ മേജ് എന്ന് പറയുന്ന ഒരു സ്കോളർ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ 1960s നടത്തിയ PhD പേപ്പറാണ്. അത് പിന്നീട് അൻവർ ഷെയ്ഖ് വളരെ അറിയപ്പെടുന്ന പൊളിറ്റിക്കൽ ഇക്കണോമിസ്റ്റ് ആണ്. അപ്പൊ അൻവർ ഷെയ്ഖ് ആ മേജിന്റെ വർക്ക് ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ പിന്നെ എനിക്ക് തോന്നുന്നു 90s തോന്നുന്നു അൻവർ ഷെയ്ഖും ടൊണാക്കും കൂടി മെഷറിംഗ് വെൽത്ത് ഓഫ് നേഷൻസ്, ദ പൊളിറ്റിക്കൽ ഇക്കണോമി ഓഫ് നാഷണൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് ഇറക്കുന്നു. അതുപോലെ മറ്റാളുകളും ഇപ്പൊ മോഹനെ പോലുള്ള ആളുകളും ഈ തരത്തിലുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ സാധനം തന്നെ, ഷെയ്ഖിന്റെയും ടൊണാക്കിന്റെയും പുസ്തകം. മറ്റത് ഷെയ്ൻ മേജിന്റെ സ്റ്റഡിയാണ് ദ ലോ ഓഫ് ദി ഫാളിംഗ് ടെൻഡൻസി ഓഫ് ദി റേറ്റ് ഓഫ് പ്രോഫിറ്റ്സ്, ഇറ്റ്സ് പ്ലേസ് ഇൻ ദ മാർക്സിയൻ തിയററ്റിക്കൽ സിസ്റ്റം ആൻഡ് റെലവൻസ് ടു ദി US ഇക്കണോമി. അപ്പൊ നമ്മളെ എംപിരിക്കൽ എക്സാമിനേഷൻ, നമ്മൾ ഇന്ന് നടത്തുന്ന എംപിരിക്കൽ എക്സാമിനേഷൻ, ഇതിന്റെ ഡാറ്റ ഒന്നും ഞാനായിട്ട് ജനറേറ്റ് ചെയ്തല്ല. നിലവില് ഇതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, എംപിരിക്കൽ ലൈനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഡാറ്റ നമ്മൾ ഈ അവതരണത്തിലേക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വാല്യൂ തിയറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ പോൾ കോക്സ്ഷോർട്ട്, അൻവർ ഷെയ്ഖ്, ലെഫ്റ്റ് സോൾഫിഡിസ്, കാർച്ചരി ഇവരെ വർക്കുകളിലുള്ള ഡാറ്റയാണ് ഉപയോഗിക്കുക. ഞാൻ ഓരോ സമയത്ത് അത് പറയേണ്ടെന്ന് വെച്ചിട്ട്, അക്യൂമുലേഷൻ പോൾ കോക്സ്ഷോർട്ടും എസ്ബാൻ മെയ്റ്റും എന്ന് പറഞ്ഞ ഒരു അർജന്റീനിയൻ സ്കോളറും ഉണ്ട്. അതുപോലെ തന്നെ LTRPF എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ടെൻഡൻസി ഓഫ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഫാൾ, അത് അങ്ങനെ പറയാൻ സുഖം, ഇനി വേഗം പറയാമല്ലോ. മൈക്കൽ റോബർട്ട്സിന്റെ എസ്ബാൻ മെയ്റ്റോന്റെയും ഡാറ്റയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട്. ഇനി അപ്പൊ അത് എംപിരിക്കൽ സംഗതികൾക്കുള്ള ഒരു മാർക്സിസ്റ്റ് പൊളിറ്റിക്കൽ ഇക്കണോമിയിലെ ഒരു എംപിരിക്കൽ ധാരയാണ്. ഇതല്ലാതെ ഒരു നോൺ എംപിരിക്കൽ ധാരയുണ്ട്. അത് എന്ന് പറയുന്നത് ഇതൊരു ഹിസ്റ്റോറിക്കൽ ലോജിക്കൽ ഫ്രെയിംവർക്ക് ആണ്. അപ്പൊ ഇത് ബെൻഫൈൻ ആൻഡ് സാറ്റ്ഫിലോ മാർക്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു ട്യൂട്ടോറിയൽ ടൈപ്പ് ആണ്. അതുപോലെ തന്നെ അവരൊരു എക്സ്പ്ലോറേറ്ററി വർക്ക് ഉണ്ട്. അപ്പൊ അത് അവര് ഈ നോൺ എംപിരിക്കലിന്റെ ആളാണെന്ന് അർത്ഥമില്ലേ. ഞാൻ അതൊരു ഉദാഹരണമായിട്ട് അവര് LTRPF പറ്റി പറയുമ്പം അവർ പറയുന്നത് മാർക്സിസ്റ്റ് പൊളിറ്റിക്കൽ ഇക്കോണമിയിൽ 2 ധാര ഉണ്ട്. ഒരു ധാര എന്ന് പറയുന്നത് മാർക്സിന്റെ കോൺട്രിബ്യൂഷനെ ഒരു ഫിലോസഫീന്റെ ഭയങ്കര അബ്സ്ട്രാക്ട് ആയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കിട്ടും. അപ്പം സ്വാഭാവികമായിട്ടും എന്താണ്, ലോജിക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ വിലയിരുത്തുക, അനാലിസിസ് ഉണ്ടാവുക. അപ്പൊ എന്താണ്, സ്വാഭാവികമായിട്ട് അത് ഇറഫ്യൂട്ടബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് എംപിരിക്കലി പരിശോധിക്കാനൊന്നും പറ്റില്ല. മറ്റൊരു ധാര എന്ന് അവര് പറയുന്നത് ആൾജിബ്രിക് ആയിട്ട് മാർക്സിന്റെ ആശയങ്ങളെ ഫോർമുലേറ്റ് ചെയ്യുകയും അത് പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു ധാരയാണ്. ഇവര് രണ്ടിന്റെയും നടുവിൽ നിൽക്കണം എന്നാണ് ഇവർ ഏകദേശം പറയുന്നതെന്ന് തോന്നുന്നു. വേറൊരു കാര്യം ഇതിൽ തന്നെ, അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ ഒരു ധാരന്റെ ഒരു ധാരണ എന്ന് പറയുന്നത്, ഇത് മാർക്സിന്റെ സംഗതികള് നോട്ട് എംപിരിക്കൽ ലോസ് ഇൻ ദ നാരോലി പ്രഡിക്റ്റീവ് സെൻസ്, ഒരു പ്രഡിക്ഷൻ ഒന്നും പറ്റുന്ന രൂപത്തിലുള്ള എംപിരിക്കൽ ലോസ് അല്ല. അതുപോലെ തന്നെ ദീസ് ലോസ് ആർ നോട്ട് തിയററ്റിക്കൽ എക്സ്പ്രഷൻസ് ഓഫ് എംപിരിക്കൽ റെഗുലാരിറ്റീസ്.
അതായത് എംപിരിക്കൽ റെഗുലാരിറ്റീസിന്റെ തിയററ്റിക്കൽ എക്സ്പ്രഷൻ അല്ല ഇത് എന്നാണ് അവർ പറയുന്നത്. പകരം എന്താണ്, അതൊരു ബേസിസ് തരും. എന്തിന്? പ്രൊവൈഡ് ദ ബേസിസ് ഓൺ വിച്ച് മോർ കോംപ്ലക്സ് ആൻഡ് ഇമ്മീഡിയറ്റ് ഇക്കണോമിക് ഫിനോമിന can be studied by the inclusion of further logical and historical analysis. ഇതാണ് ഇപ്പൊ വാല്യൂ ഫോം തിയറിസ്റ്റുകളൊക്കെ കുറെ ആൾക്കാർ, റൂബിന്റെ ഒക്കെ ആൾക്കാർ, റൂബിനും ഹെൻറിക്കും ഒക്കെ കുറെ ഇതിന്റെ ഒക്കെ പല വേർഷനിൽ പെടും തോന്നുന്നു. അപ്പം ഈ പ്രസന്റേഷൻ, നമ്മൾ ഇന്നത്തെ ഈ ഒരു അവതരണം, ഈ ഒരു ധാരനോട് തീരെ യോജിപ്പില്ലാത്ത ഒരു അവതരണമാണ്. അപ്പൊ അതിന്റെ ഒരു കാരണം, പ്രധാനമായിട്ടുള്ള ഒരു കാരണം, മാർക്സിസം ഒരു റവല്യൂഷണറി തിയറിയാണ്, സാമൂഹ്യ മാറ്റത്തിന്റെ ഒരു സിദ്ധാന്തമാണ്. അപ്പൊ സാമൂഹ്യ മാറ്റത്തിന്റെ സിദ്ധാന്തം ആണെങ്കിൽ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ആക്ഷൻസിനെ, പൊളിറ്റിക്കൽ ആക്ഷൻസിനെ, സോഷ്യൽ ആക്ഷനെ ഇൻഫോം ചെയ്യാൻ പറ്റുന്ന ഒരു തിയററ്റിക്കൽ സിസ്റ്റം ആയിരിക്കണം. സ്വാഭാവികമായിട്ടും അത് ഒരു റിയൽ വേൾഡിലാണ് നടക്കുന്നത്. അപ്പൊ അതിന് എംപിരിക്കൽ റെഗുലാരിറ്റീസിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ നമുക്ക് തരാൻ പറ്റണം. എങ്കിൽ മാത്രമേ അത് ആ അർത്ഥത്തിൽ യൂസ്ഫുൾ ആവുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ഇതിനെ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ലോജിക്കൽ ഹിസ്റ്റോറിക്കൽ കാറ്റഗറി ആയിട്ട് ഉപയോഗിച്ചാൽ അതിന് എനിക്ക് തോന്നുന്നത് അതിൽ സംഭവിക്കുക എന്താ വെച്ചാൽ, ചരിത്രത്തിൽ ഓരോ കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷം നമുക്ക് ഈ സിദ്ധാന്തമൊക്കെ ഉപയോഗിച്ച് അത് വിശദീകരിക്കാം. അത് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷനിലേക്ക് പോവാം. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പേപ്പർ പ്രൊഡ്യൂസ് ചെയ്യാം, പുസ്തകങ്ങൾ എഴുതാം എന്നല്ലാതെ ആക്ഷന് അതിനോട് കാര്യമില്ല. കാരണം പുതിയ റിയാലിറ്റി അപ്പോഴേക്ക് രൂപപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് വെസ്റ്റേൺ അക്കാഡമിക് മാർക്സിസത്തിന്റെ ഒക്കെ ഒരു പ്രശ്നം ഇതുകൊണ്ടും കൂടിയാണ് എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഇതിനെ കാണുന്നത് ഒരു അക്കാഡമിക് തലത്തിൽ നിന്നിട്ടല്ല. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അക്കാഡമിക് പാരമ്പര്യമില്ല. ഇത് നമ്മളൊരു സംഘടനാ പ്രവർത്തനത്തിന്റെ ഒക്കെ ഭാഗമായിട്ടും ഒക്കെയാണ് നമ്മൾ മാർക്സത്തെ പരിശോധിക്കുന്നത്. അപ്പൊ ആ ഒരു ബയസ് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് വരും. ഇനി അത് പറഞ്ഞു കഴിഞ്ഞാല് ഇനി വരുന്ന കാര്യം, നമ്മൾ ലോ ഓഫ് വാല്യൂയിലേക്ക് പോവാണ് മാർക്സിന്റെ. അപ്പൊ അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, പ്രാഥമികമായിട്ട് മാർക്സിന്റെ ക്യാപിറ്റലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ചോദ്യം, ക്യാപിറ്റൽ മാർക്സിന്റെ പ്രോജക്റ്റ് എന്താണ് എന്നുള്ളതാണ്. മാർക്സിനെ പറയുന്നത് ടു ലേ ബെയർ ദ എക്കണോമിക് ലോസ് ഓഫ് മോഷൻ ഓഫ് ദി മോഡേൺ സൊസൈറ്റി. ആധുനിക സമൂഹത്തിന്റെ, അതായത് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെ ചലന നിയമങ്ങളെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു സാധനം വാങ്ങുന്നതിന്റെയും വിൽക്കുന്നതിന്റെയും എക്സാക്റ്റ് ആയിട്ടുള്ള വില കണ്ടുപിടിക്കുക എന്നുള്ള ഉദ്ദേശം മാർക്സിനില്ല. നമ്മളൊരു ലൈറ്റർ വെയിനിൽ പറഞ്ഞാല് മാർക്സിന്റെ ഉദ്ദേശം ക്യാപിറ്റൽസിനകത്ത് കച്ചവടം നടത്തി കാശ് ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കി അങ്ങനെ പോവാ എന്നുള്ളതല്ല, മറിച്ച് ഇതിനെ വിശകലനം ചെയ്യുക, അതിനെ മാറ്റി തീർക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് മാർക്സിന്റെ പ്രോജക്റ്റ്. രണ്ടാമത്തത്, മനുഷ്യന്റെ അധ്വാനമായിട്ട് ബന്ധപ്പെട്ട്, മാനുഷിക അധ്വാനമായിട്ട് ബന്ധപ്പെട്ട് മാർക്സിന്റെ രണ്ട് പൊതു നിലപാടുകൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ലോ വാല്യൂയിലേക്ക് പോകാം. അപ്പം അതില് ഒരു പൊതുവെ പറയാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, നോ ലേബർ നോ വാല്യൂ നോ വെൽത്ത്, ഇങ്ങനെ ചുരുക്കാൻ തോന്നും. അതായത് മനുഷ്യന്റെ അധ്വാനം ഇല്ലെങ്കിൽ ഒരു മൂല്യം ഉണ്ടാവുന്നില്ല, ഒരു സമ്പത്തും ഉണ്ടാവുന്നില്ല. ഇതിനെ ഒന്നും കൂടി ക്വാളിഫൈ ചെയ്യാം, പ്രകൃതിയിലുള്ള മൂല്യത്തിന് പുറത്ത് മൂല്യം അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ മാനുഷിക അധ്വാനം വേണം. മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെക്കുറെ ഈ ഒരു പറച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യം മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ ആക്സിയോമാറ്റിക് ആയിട്ടുള്ള, സെൽഫ് എവിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തത്, ഒരു സമൂഹത്തെ പറ്റി അതിന്റെ മുന്നോട്ടുള്ള പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു പുരോഗതി എന്നുള്ള അർത്ഥത്തിലും ആലോചിക്കുക. അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരി ടെമ്പറൽ ആയിട്ടുള്ള സമയത്തിൽ അത് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്, അതിന്റെ ആ പരിണാമഗതിയെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആ സമൂഹത്തിൽ മാനുഷിക അധ്വാനം എങ്ങനെയാണ് സംഘടിപ്പിക്കപ്പെട്ടത് എന്ന് പഠിക്കേണ്ടി വരും എന്നുള്ളതാണ് മാർക്സിന്റെ വേറൊരു പൊതു നിലപാട്. മാർക്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു, മാർക്സ് ഒരു റവല്യൂഷണറി തിയറിയാണ്. അപ്പം വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കണം, മാറ്റം വേണം. അപ്പൊ എന്താണ് മാറേണ്ടത്? ആ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്വാനത്തിന്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണ് മാറ്റുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടും. അപ്പൊ നമ്മളിപ്പോ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേജ് ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും അടിസ്ഥാനത്തിലാണ് സാമൂഹിക അധ്വാനത്തെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അതിനെ മാറ്റി വേജ് ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും സമൂഹത്തെ അസോസിയേറ്റഡ് പ്രൊഡ്യൂസേഴ്സിന്റെ പരസ്പര സഹകരണത്തോടെ ഉൽപാദനം നടത്തി മുന്നോട്ട് പോകുന്ന ആൾക്കാരുടെ ഒരു സമൂഹമായിട്ട് മാറ്റുക എന്നുള്ളതാണ് മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തിയററ്റിക്കൽ, ഈ മാർക്സ് ആ രൂപത്തിലാണ് ഇൻഫോം ചെയ്യുന്നത്.
അപ്പൊ ഈ അധ്വാനം എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് എന്ന് മാർക്സ് നോക്കുമ്പോൾ ഈ അധ്വാനം ഓർഗനൈസ് ചെയ്യുന്നത് ഈ പറയുന്ന സമൂഹങ്ങളിലെല്ലാം മാർക്സിന്റെ ഒരു രീതി അനുസരിച്ച് നോക്കുമ്പോൾ വർഗബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് മാർക്സിസ്റ്റുകൾ സമൂഹത്തെ വിശകലനം ചെയ്യുന്നത് വർഗബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പൊതുവെ പറയുന്നത്. മാർക്സിസത്തിന്റെ ഒരു വിശകലനത്തിന്റെ ലെക്സിക്കൽ പ്രൈമസി ഉള്ളത് എന്ത് ക്ലാസ് റിലേഷൻസിനാണ്. അത് അടിസ്ഥാനപരമായി ലേബർ റിലേഷൻസും കൂടിയാണ്. അത് ആണ് സൊസൈറ്റിനെ തീരുമാനിക്കുന്നത്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ലോ ഓഫ് വാല്യൂയിലേക്ക് പോവാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ സ്ലൈഡല്ല, ഇത് പോൾ കോക്സ്ഷോട്ടിന്റെ ഒരു സ്ലൈഡ് ഞാൻ നേരെ എടുത്തതാണ്. അപ്പൊ ഇതില് പോൾ കോക്സ്ഷോട്ട് പറയുന്ന ഒരു സാധനം ലോ ഓഫ് വാല്യൂ എന്ന് പറയുന്നത് മാർക്സ് വളരെ അപൂർവമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ, എവിടെയും അങ്ങനെ കാണുന്നില്ല. മാത്രമല്ല അതിനൊരു പ്രിസൈസ് ഡെഫിനിഷൻ ഒന്നും എവിടെയും കാണുന്നില്ല. അപ്പൊ നമ്മൾ ഫിസിക്സിൽ ഹുക്സ് ലോ, ബോയിൽസ് ലോ എന്നൊക്കെ പറയുന്ന പോലെ, നമുക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ പറയുന്ന പോലെ നമുക്കൊരു പ്രിസൈസ് ആയ ഡെഫിനിഷനും കാണുന്നില്ല. മാർക്സത്തിൽ അത് അങ്ങനെ നോക്കിയിട്ട് മാർക്സിസ്റ്റ് ലിറ്ററേച്ചറിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഡെഫിനിഷനും കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇതൊരു പ്രശ്നമാണ്, നമുക്കൊരു നിരാശ തോന്നും. ഇവിടെ ലോ എന്നൊക്കെ പറഞ്ഞ് മാർക്സ് അങ്ങനെ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ നമുക്ക് കഷ്ടമായി എന്ന് തോന്നും. അപ്പം കോക്സ്ഷോട്ട് പറയുന്നതുകൊണ്ട് കോക്സ്ഷോട്ട് അത്യാവശ്യം നല്ലോണം നോക്കിയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇത് സ്വന്തം നിലക്കൊന്ന് ഈ സംഗതി ഒന്ന് തെരഞ്ഞു നോക്കാം. അപ്പൊ ആ തെരഞ്ഞു നോക്കുന്നതിന് നമുക്ക് എന്തായാലും മാർക്സിനെ നമ്മൾ ഫുള്ളായിട്ട് വായിക്കുകയോ അല്ലെങ്കിൽ ആ ലിറ്ററേച്ചറുമായിട്ട് വളരെ വലിയ പരിചയമൊന്നുമില്ല. നമ്മളൊരു ഫങ്ഷണൽ ഫ്രാഗ്മെന്റഡ് റീഡിങ്ങേ ഉള്ളൂ. അപ്പം അത് തെരഞ്ഞു നോക്കാൻ ഒരു മെത്തേഡ് വേണം. അപ്പൊ ഞാൻ കണ്ടത് ഞാൻ അമേച്ചറായിട്ട് ഒരു ഹോബി പോലെ അല്ലെങ്കിൽ ഇടയ്ക്ക് മതപഠനം നടത്തുന്ന ഒരാളാണ്. അപ്പൊ അതിൽ എക്സജറ്റിക്കൽ ആയിട്ടുള്ള ഒരു എക്സസൈസ് ചെയ്യാൻ പറ്റും. അതിന്റെ ശൈലി മതങ്ങൾ ടെക്സ്റ്റിനെ പഠിക്കണ മാതിരി എക്സജറ്റിക്കൽ ആയിട്ട് ഒരു എക്സസൈസ് ചെയ്താൽ അത് ഒരു വഴിയുണ്ട് എന്നുള്ളത്. അപ്പൊ ഉദാഹരണത്തിന് ഞാൻ എക്സജറ്റിക്കൽ എക്സസൈസ് എന്ന് പറഞ്ഞു വെച്ചാൽ, ഉദാഹരണത്തിന് ഖുറാനില് അൽ ഹക്ക് അല്ലെങ്കിൽ ഹക്ക് എന്ന് പറയുന്ന വാക്ക്, അൽ ഹക്ക് എന്ന് പറയുന്ന വാക്ക് എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്? അതൊരു എക്സജറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അത് 257 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് 7 റൂട്ട് ഫോമില്, അതായത് അൽ ഹക്ക്, ഹക്ക്, ഹക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോമില്. അല്ലെങ്കിൽ ബൈബിളിനകത്ത് നമ്മളെ യഹോവ എന്നുള്ള വാക്ക് എത്ര പ്രാവശ്യമുണ്ട്? കിങ് ജെയിംസ് വേർഷൻ ആണെങ്കിൽ 1661 6 പ്രാവശ്യമാണ്. 1800s വന്ന ഒരു വേർഷനിൽ അത് 12 പോലും. നമ്മൾ ഡെഡ് സീ സ്ക്രോൾസിന്റെ പഴയ സ്ക്രിപ്റ്റേഴ്സിലേക്ക് നോക്കിയാൽ അത് 6518. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പം ഈ ഒരു ടെക്നിക്ക് ഒന്ന് വെറുതെ അപ്പൊ ലോ ഓഫ് വാല്യൂ എന്നുള്ളത് മാർക്സ് എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നോക്കി. ഞാൻ എണ്ണിയിട്ടൊന്നുമില്ല, നമുക്ക് എക്സജറ്റിക്കൽ അല്ല ഉദ്ദേശം. അത് നോക്കാൻ ഇപ്പൊ നല്ല സുഖമാണ്. നമുക്ക് മറ്റേ ക്രോമിൽ എടുക്കുക, ഫൈൻഡ് മാർക്സിന്റെ ആ പേജ് എടുക്കുക, HTML പേജ് എടുക്കുക, എന്നിട്ട് ഫൈൻഡിൽ ലോ ഓഫ് വാല്യൂ കൊടുക്കുക. ഇത് ക്രിട്ടിക് ഓഫ് ദി ഗോദ പ്രോഗ്രാം അല്ല, ഞാൻ ഒറ്റ സ്ഥലത്ത് ഇതില്ല. അപ്പൊ അത് 0ആണ്. അത് ഞാൻ ഒരു സ്ഥലത്ത് ഉള്ളത് കാണിച്ചതാണ്. ഇത് പിന്നെ നോക്കിയപ്പോ ഞാനൊരു സ്ഥലത്ത് ഇത് കണ്ടത് 2 സ്ഥലത്ത് ഇതേ സാധനം ഉപയോഗിക്കുന്ന ഒരു സാധനം, ലോ ഓഫ് വാല്യൂ. ഇത് ആരോ കാണിക്കാം. ഇവിടെ 1/2 ഇവിടെ 2 സ്ഥലത്ത് കളർ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. മാർക്സ് ഡോക്ടർ ക്യൂഗൽമാന് ഹാനോവറിൽ വെച്ച് എഴുതിയ കത്താണ്. അപ്പൊ ഈ കത്ത് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, മാർക്സ് ക്യാപിറ്റലൊക്കെ പബ്ലിഷ് ചെയ്തിട്ട് അതിനോടുള്ള റെസ്പോൺസും അതുമായിട്ട് ബന്ധപ്പെട്ട ആ കാലത്ത് മാർക്സ് വൾഗർ എക്കണോമിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന ആൾക്കാരുടെ റെസ്പോൺസിനോടൊക്കെ ഉള്ള ഒരു പ്രതികരണമായിട്ട് ദേഷ്യം പിടിച്ചിട്ട് എഴുതിയാണ്. പക്ഷെ എന്റെ ഒരു ക്ലെയിം എന്താണെന്ന് വെച്ചാൽ, ലോ ഓഫ് വാല്യൂന്റെ ഏറ്റവും മികച്ച ഒരു എക്സ്പ്രഷൻ ഉള്ളത് ഈ കത്തിനകത്താണ്. ഇത് ഈ കത്തിന്റെ അബ്സ്ട്രാക്ട് ആണ്, ഇത് മതി, ഇതിന്റെ ഫുൾ കത്ത് വേറെ ഉണ്ട്. അപ്പം ലോ ഓഫ് വാല്യൂന്റെ ഏറ്റവും മികച്ച ഒരു എക്സ്പ്രഷൻ ഉള്ളത് ഇതിനകത്താണ്. അതിന്റെ ഒരു ക്ലെയിം ആണ്. ഏറ്റവും മികച്ച എന്ന് പറയുന്നത് ടെക്നിക്കലി ശരിയല്ല, കാരണം ഞാൻ മൊത്തം മാർക്സിനൊന്നും സർവേ ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ഇനി ഇത് എങ്ങനെയാണ് ഈ ആർട്ടിക്കിൾ ഇത് ചെയ്തതെന്ന് നോക്കാം. ഈ ക്ലെയിം എങ്ങനെയാണ് വരുന്നതെന്ന്, അല്ലെങ്കിൽ ഈ ആർട്ടിക്കിൾ ഇത് എങ്ങനെയാണ് മാർക്സ് ചെയ്യണമെന്ന് നോക്കാം. അപ്പൊ ഇതാണ്. ഇത് കുറച്ച് ഫോണിൽ കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ ഞാനത് ഓരോ ഭാഗമായിട്ട് എടുക്കുന്നുണ്ട്. എവറി ചൈൽഡ് നോസ് എ നാഷൻ വിച്ച് സീസ് ടു വർക്ക് എന്നൊക്കെയാണ് തുടങ്ങുന്നത്. അപ്പൊ അതിലേക്ക് ഒന്ന് കിടക്കാം. അപ്പൊ അതില് മാർക്സിന്റെ ഫസ്റ്റ് സെന്റൻസ് ഇങ്ങനെയാണ്: എവറി ചൈൽഡ് നോസ് എ നേഷൻ വിച്ച് സീസ് ടു വർക്ക്, ഐ വിൽ നോട്ട് സേ ഫോർ എ ഇയർ ബട്ട് ഈവൻ ഫോർ എ ഫ്യൂ വീക്സ് വുഡ് പെരിഷ്. അപ്പൊ ഇതിന്റെ ക്രക്സ് എന്താണ്? എ നേഷൻ വിച്ച് സീസ് ടു വർക്ക് വുഡ് പെരിഷ്. അത് ഏത് കുട്ടിക്കും അറിയാം. അത് വർക്കും ലേബറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആക്സിയോമാറ്റിക് ആയിട്ടുള്ള അസേർഷനാണ്. 2, വീണ്ടും എവറി ചൈൽഡ് നോസ് ടു ദാറ്റ്. ഈ ഹൈലൈറ്റ് ചെയ്ത സാധനം ഒന്ന് വായിക്കണം. 2 ഭാഗമുള്ള ഒരു സെന്റൻസ് ആണ്. ദ മാസസ് ഓഫ് പ്രോഡക്ട്സ് കറസ്പോണ്ടിങ് ടു ദി ഡിഫറെന്റ് നീഡ്സ്
required different and quantitatively determined masses of the total labor of the society. അപ്പൊ ഇതിന്റെ ആദ്യത്തെ ഭാഗം എന്താ? The masses of products corresponding to the different needs. അപ്പം അതാണ് ആദ്യത്തെ ഭാഗം. അതായത് ഒരു സമൂഹത്തിന് സർവൈവ് ചെയ്യണമെങ്കിൽ അതിന് വിവിധ തലത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റേണ്ടി വരും. ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ എന്ത് വേണം? അതിന് സാധനങ്ങളും സേവനങ്ങളും വേണ്ടി വരും. അതായത് ഉൽപ്പന്നങ്ങൾ വേണ്ടി വരും. അതും ഓരോ മേഖലയിൽ ഓരോ അളവ് ഉൽപ്പന്നമായിരിക്കും വേണ്ടി വരാം. അരി വേണ്ടത്ര ആയിരിക്കൂല കാറ് വേണ്ടി വരാം, അല്ലെങ്കിൽ വേറൊരു സാധനം വേണ്ടി വരാം, പഴം വേണ്ടി വരാം, അത്രയില്ല. അപ്പൊ ഓരോ മേഖലയിലും ഓരോ ആവശ്യങ്ങളാണ്, ഓരോ എമൗണ്ട്, ഓരോ ക്വാണ്ട ഓഫ് ആവശ്യങ്ങളാണ് ഓരോ മേഖലയിലും ക്വാളിറ്റേറ്റീവ്ലി വ്യത്യാസമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ ആവശ്യം നിറവേറ്റാനാണ് നമ്മൾ ഈ പറയുന്ന സാധനങ്ങളും സേവനങ്ങളും അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ആ സമൂഹം ഉണ്ടാക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ആ സമൂഹം ഉണ്ടാക്കുന്നത്? ആ സമൂഹം അതിന്റെ അധ്വാനത്തിലൂടെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ സാമൂഹിക അധ്വാനത്തിലൂടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇനിയിപ്പോ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരാം. അതിന്റെ എന്താണ്? ദ മാസസ് ഓഫ് പ്രോഡക്ട്സ് കറസ്പോണ്ടിങ് ടു ദി ഡിഫറെന്റ് നീഡ്സ് റിക്വയർഡ് ഡിഫറെന്റ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ഡിറ്റർമൈൻഡ് മാസസ് ഓഫ് ദ ടോട്ടൽ ലേബർ ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിന്റെ ടോട്ടൽ ലേബറിന്റെ ക്വാണ്ടിറ്റേറ്റീവ്ലി ഡിറ്റർമിൻഡ് മാസ് ആവശ്യമുണ്ട്. അതായത് ഡിഫറെന്റ് നീഡ്സിന് ഡിഫറെന്റ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ഡിറ്റർമിൻഡ് മാസസ് ഓഫ് ദ ടോട്ടൽ ലേബർ ഓഫ് സൊസൈറ്റി. അരി ഉണ്ടാക്കാൻ വേണ്ട അത്ര അധ്വാനം ആയിരിക്കൂല, അത്രയും പാർട്ട് ഓഫ് അധ്വാനം ആയിരിക്കൂല പഴം ഉണ്ടാക്കാൻ വേണ്ടി വരാം, അത്രയും ആയിരിക്കൂല ഇരുമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരാം. ഇതും ഏറെക്കുറെ മാർക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണമെങ്കിൽ സെൽഫ് എവിഡന്റ് ആണ് എന്ന് പറയാവുന്ന ഒരു ഇതാണ്. ഇതിൽ വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ല. ഇനി ഈ സാമൂഹ്യ ആവശ്യം ഇനി ഓരോ ഉൽപ്പന്നത്തിലേക്കും പോകേണ്ട ക്വാണ്ടിറ്റി ഓഫ് ലേബർ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഇവിടെ ആ ക്വസ്റ്റ്യനും കൂടെ ഇതിനകത്ത് എൻറ്റൈൽഡ് ആണ്, ഇംപ്ലിസിറ്റ് ആണ്. ഓരോ ഉൽപ്പന്നത്തിലും പോകേണ്ട ക്വാണ്ടിറ്റി ഓഫ് ലേബർ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? സാമൂഹ്യ ആവശ്യം അനുസരിച്ചായിരിക്കണം തീരുമാനിക്കേണ്ടത്. നമുക്ക് മാരുതി കാർ വേണ്ടത്ര റോൾസ് റോയ്സ് കാർ ആവശ്യം ഉണ്ടാവില്ല ഇപ്പൊ നോക്കുകയാണെങ്കിൽ. അപ്പൊ സോഷ്യൽ നെസസിറ്റി ആണ്, സോഷ്യലി നെസസറി ആയ രീതിയിലാണ് അധ്വാനം വിഭജിക്കപ്പെടേണ്ടത്. അപ്പം വേറൊരു കാര്യം കൂടി ഇതിനകത്ത് ഇംപ്ലിസിറ്റ് ആണ്, ഡിവിഷൻ ഓഫ് ലേബർ ഇവിടെ ഇംപ്ലിസിറ്റ് ആണ്. അതായത് ഇത്തരം ഒരു പരിപാടിക്ക്, ഇത്തരം ഒരു സൊസൈറ്റിക്ക്, അല്ലെങ്കിൽ ഏത് രൂപത്തിലുള്ള ഒരു വികസിച്ച സൊസൈറ്റിക്കും സർവൈവ് ചെയ്യാനുള്ള ഒരു പ്രീ കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും രൂപത്തിലുള്ള ഫങ്ഷണൽ ആയിട്ടുള്ള ഡിവിഷൻ ഓഫ് ലേബർ ആയിരിക്കും. നമുക്കാർക്കും റോബിൻസൺ ക്രൂസോയും ഫ്രൈഡേയും പോലെയൊക്കെ ഒരു സമൂഹത്തിന് ജീവിക്കാൻ പറ്റില്ല. അപ്പം ആരാണ് ഈ എത്ര ക്വാണ്ടിറ്റി ഓഫ് ലേബർ ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത്? അത് ഉൽപാദന വ്യവസ്ഥ അനുസരിച്ചിട്ട് മാറാം. ഒരു ചീഫ് ആകാം, കൗൺസിൽ ആവാം, മാർക്കറ്റ് ആവാം, സ്റ്റേറ്റ് ആവാം. അത് വേറൊരു ചോദ്യമാണ്, അത് നമ്മളിപ്പോ ഇവിടെ തൊടുന്നില്ല. അപ്പൊ ഇനി അടുത്ത ഘട്ടം, അപ്പൊ ആ ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അടുത്ത ഘട്ടത്തിലേക്ക് പോവാണ്. ഇത് കുറച്ചും കൂടി മാർക്സ് വീണ്ടും കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് വരികയാണ്. ദിസ് നെസസിറ്റി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സോഷ്യൽ ലേബർ ഇൻ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് cannot possibly be done away with by a particular form of social production. അതാണ് ഈ നെസസിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സോഷ്യൽ ലേബർ. അതായത് മൊത്തം സാമൂഹിക വിവിധ തലങ്ങളിലേക്കുള്ള വിതരണത്തിന്റെ ആവശ്യകത. ഇത് മാർക്സിനെ സംബന്ധിച്ചിടത്തോളം അടിയിൽ എഴുതിയതുണ്ട്. ഇതൊരു പ്രകൃതി നിയമം പോലെയാണ്. നോ സൊസൈറ്റി ക്യാൻ സർക്കംവെന്റ് ദിസ്. ഇത് ഏത് ഉൽപാദന വ്യവസ്ഥ ഒന്നുമില്ല. ഏത് സമൂഹമാണെങ്കിലും ആൾക്കാർക്ക് പല തരത്തിലുള്ള ആവശ്യമുണ്ട്. അതെല്ലാം കൂടി ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റൂല. അപ്പൊ ആ സമൂഹത്തിന്റെ ടോട്ടൽ സോഷ്യൽ ലേബർ ആ സമൂഹത്തിന്റെ ആ കാലഘട്ടത്തിലെ സോഷ്യൽ നെസസിറ്റി അനുസരിച്ച് ഓരോ മേഖലയിലേക്ക് ഡിപ്ലോയ് ചെയ്തിട്ട് മാത്രമേ ആ സമൂഹത്തിന് സർവൈവ് ചെയ്യാൻ പറ്റൂ. ആ നെസസിറ്റി ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സോഷ്യൽ ലേബർ ഇൻ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ലോ പോലെ ശക്തമായിട്ടുള്ള ക്ലെയിം പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് മാർക്സ് അവതരിപ്പിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഉൽപാദന വ്യവസ്ഥ എന്ന് വെച്ചിട്ട് മാറ്റമൊന്നുമില്ല. ഉദാഹരണത്തിന് ക്യാപിറ്റലിസത്തിൽ മാർക്സ് പറയുന്നത് എന്താണ്? ഇതിനകത്ത് ഞാൻ വായിക്കാത്തൊരു സെന്റൻസ്, cannot possibly done away with by a particular form of social production but can only change the mode of its appearance. അതെങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്, അതിന്റെ രൂപം എന്താണെന്നുള്ളതിൽ
വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇപ്പൊ ക്യാപിറ്റലിസ്റ്റ് ആയാലും സോഷ്യലിസ്റ്റ് ആയാലും ഒക്കെ ഈ നിയമം ബാധകമാണ്. കാരണം എന്താ, സാമൂഹിക അധ്വാനത്തിന്റെ വിവിധ തലങ്ങളിലേക്കുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ, ഗണപരമായ വിതരണത്തിന്റെ ആവശ്യകത നിലനിൽക്കും. ഇപ്പൊ സോഷ്യലിസം വന്നിച്ചിട്ട് ലോ ഓഫ് വാല്യൂവിന്റെ ഈ ഭാഗം പോവില്ല. കാരണം നമുക്ക് സോഷ്യലിസത്തിലും സമൂഹമുണ്ട്, സമൂഹത്തില് ആളുകൾക്ക് ആവശ്യങ്ങളുണ്ട്, ആ ആവശ്യങ്ങളിലേക്ക് ഡിഫറൻഷ്യലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. എന്ത്, നമുക്ക് ഈ പറയുന്ന ലേബറിനെ ഡിഫറൻഷ്യലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ ആ പറ്റുന്നതിന് നമുക്ക് കണക്കാവശ്യമുണ്ട്. അപ്പൊ ഈ ഭാഗം ഏത് സൊസൈറ്റി ആണെങ്കിലും ഹോൾഡ് ചെയ്യും. ഇവിടെ അടുത്തൊരു ക്ലെയിം എന്ന് പറയുന്നത്, ഈ ഭാഗം എല്ലാ സമൂഹത്തിനും ബാധകമാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നത്, ഇപ്പൊ നമുക്ക് സോഷ്യലിസത്തിലെ പ്ലാനിങ്ങിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ലോ ഓഫ് വാല്യൂ എംപിരിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൂവ്ഡ് ആണ്, അത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ സോഷ്യലിസ്റ്റ് കാൽക്കുലേഷൻ പ്രോബ്ലം അവിടെ പോയിട്ടാണ് റെസ്റ്റ് ചെയ്യുക. നമുക്ക് ഈ പറയുന്ന ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് ഓഫ് ലേബർ എവിടെയാണ് ഫിറ്റ് ആക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സെൻട്രലൈസ്ഡ് പ്ലാനിങ് അല്ലെങ്കിൽ ഈ സോഷ്യലിസ്റ്റ് പ്ലാനിങ് എസെൻഷ്യലി ഒരു ടോട്ടാലിറ്റേറിയൻ സാധനത്തിലേക്ക് പോകും എന്നുള്ള വോൺ ഹൈക്കിന്റെ ഒക്കെ വിമർശനമൊക്കെ പൊളിയാൻ പറ്റിയ ഒരു സ്ഥലം കൂടി ആണിത്. ഇനി അടുത്തത്, വാട്ട് ക്യാൻ ചേഞ്ച് ഇൻ ഹിസ്റ്റോറിക്കലി ഡിഫറെന്റ് സർക്കംസ്റ്റൻസസ് ഈസ് ഓൺലി ദ ഫോം ഇൻ വിച്ച് ദീസ് ലോസ് അസേർട്ട് ദംസെൽവ്സ്. അതായത് ഈ നിയമം അസേർട്ട് ചെയ്യുന്ന ഈ നിയമം, അതായത് നെസസിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സോഷ്യൽ ലേബർ ഇൻ ടു ഡിഫറെന്റ് ഏരിയാസ് എന്നുള്ള ഈ നിയമം അസേർട്ട് ചെയ്യുന്ന രൂപത്തിൽ മാത്രമേ ഓരോ ഹിസ്റ്റോറിക്കൽ സാഹചര്യം അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇതാണ് മാർക്സ് പറയുന്നത്. അടുത്ത ഇതാണ് പ്രിസൈസ് ആയിട്ട് മാർക്സിന്റെ വാല്യൂ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഞാൻ കണക്കാക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട്. എന്താണത്? The form in which this proportional distribution of labor assert itself is precisely the exchange value of these products. അപ്പം ഏത് ഫോമിലാണ് നിലവിലുള്ള സമൂഹത്തിൽ പ്രൊപ്പോർഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലേബർ അസേർട്ട് ചെയ്തിട്ടുള്ളത് എന്ന മാർക്സിന്റെ കണ്ടെത്തലാണ് ഈ സെന്റൻസിലുള്ളത്. അപ്പം ഏത് തരം സൊസൈറ്റി എന്ന് മാർക്സ് പറയുന്നുണ്ട്. എങ്ങനത്തെ സൊസൈറ്റിയാണ്? ഇൻഡിവിജ്വൽ പ്രോഡക്ട്സ് ഓഫ് ലേബർ, ഓരോ ആളും ചെയ്യുന്ന അധ്വാനത്തിന്റെ ഉൽപ്പന്നങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രൂപത്തിൽ സോഷ്യൽ ലേബറിന്റെ ഇന്റർ കണക്ഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമൂഹങ്ങളിൽ, ഈ സമൂഹങ്ങളിൽ ഈ നിയമം അസേർട്ട് ചെയ്യുന്ന രൂപം ഇതാണ്. അതായത് സോഷ്യൽ, അതായത് പ്രൊപ്പോർഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലേബർ ഇൻ ടു ഡിഫറെന്റ് ഏരിയാസ് ഓഫ് റിക്വയർമെന്റ് ചെയ്യുന്നത് സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്ന വാല്യൂവിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് മാർക്സിന്റെ. ഇത് എന്താണ് പറയാ, അപ്പം ഈ അതാണ് മാർക്സിന്റെ. അപ്പൊ ഇത് നമുക്ക് പ്രധാനമായിട്ട് ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു പ്രൊപ്പോർഷണാലിറ്റി ഉണ്ട്. ഇതിനെ ഒരു മാത്തമെറ്റിക്കൽ ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം പ്രൊപ്പോർഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലേബർ ആണ് ഇത്തരം സമൂഹങ്ങളിൽ, ക്യാപിറ്റലിസം ആണെങ്കിലും എക്സ്ചേഞ്ചിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ലോ ഓഫ് വാല്യൂ. അതായത് പ്രൊപ്പോർഷണൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എക്സ്ചേഞ്ച് ഉള്ള സമൂഹങ്ങളിൽ എന്തായിട്ട് എക്സ്ചേഞ്ചിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് വാല്യൂ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് വാല്യൂവിനെ വളരെ എന്താ പറയാ ക്വാണ്ടിറ്റേറ്റീവ്ലി പറയാവുന്ന ഒരു രീതി ആണിത്. ഇനി മൊത്തത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലെ ക്വാണ്ടിറ്റേറ്റീവ് സാധനങ്ങൾ ഒന്ന് സംഗ്രഹിച്ചാൽ ഏകദേശം എങ്ങനെ ഉണ്ടാവും? രണ്ട് കാര്യങ്ങൾ വരും. ഒന്ന്, ക്വാണ്ടിറ്റേറ്റീവ്ലി ഡിറ്റർമിൻഡ് ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോട്ടൽ ലേബർ ഇൻ എ സൊസൈറ്റി. ക്വാണ്ടിറ്റേറ്റീവ്ലി ഡിറ്റർമിൻഡ് ആയ വിവിധ മേഖലകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോട്ടൽ ലേബർ ഇൻ എ സൊസൈറ്റി ഡിറ്റർമൈൻസ് ദ വെൽത്ത് ഓഫ് ദാറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ വെൽത്ത് ഓഫ് ദാറ്റ് നേഷൻസ്. ഇത് എല്ലാ സമൂഹത്തിനും വാലിഡ് ആയിട്ടുള്ള ഒരു നയമാണ്. ആ സമൂഹത്തിന്റെ വെൽത്ത് ഓഫ് ദാറ്റ് സൊസൈറ്റി, വെൽത്ത് ഓഫ് ദാറ്റ് നാഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. മാർക്സ് ഒരു ജനറൽ ആർഗ്യുമെന്റിൽ കൂടിയാണ് ഇവിടെ എത്തുന്നത്. അതെന്താണ്? ലേബർ ഇല്ലെങ്കിൽ വാല്യൂ ഇല്ല, അത് കുട്ടികൾക്കും കൂടെ അറിയാം, സെൽഫ് എവിഡന്റ് ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ നമ്മളെ ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമിക്കാരുടെ ലേബർ തിയറി, നമ്മളെ സ്മിത്ത് റിക്കാർഡോ സാധനങ്ങളൊക്കെ ഏകദേശം ഇവിടെ വന്ന് നിൽക്കും. ഇതിനെ പ്രത്യേകിച്ച് ഒരു തെളിവൊന്നും വേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. രണ്ടാമത്തെ സാധനം, പ്രൊപ്പോർഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോട്ടൽ സോഷ്യൽ ലേബർ determines the exchange value of the products.
ഇത് മാർക്സിന്റെ ക്ലെയിം ആണ്, അല്ലെങ്കിൽ മാർക്സിന്റെ ലോ ഓഫ് വാല്യൂവിന്റെ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് സെൽഫ് എവിഡന്റ് അല്ല, ഇത് തെളിയിക്കണം. അപ്പൊ ലോ ഓഫ് വാല്യൂവിന്റെ പ്രൈമറി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് എന്റെ ഒരു ക്ലെയിം. അതിന് മാർക്സ് പറയാണ്, മാർക്സിന് അറിയാം ഇത് സെൽഫ് എവിഡന്റ് അല്ല എന്നുള്ളത്. അപ്പൊ മാർക്സ് പറയാണ്, സയൻസ് കൺസിസ്റ്റ് പ്രിസൈസ്ലി ഇൻ ഡെമോൺസ്ട്രേറ്റിംഗ് ഹൗ ദ ലോ ഓഫ് വാല്യൂ അസേർട്സ് ഇറ്റ് സെൽഫ്. ഈ ലോ ഓഫ് വാല്യൂ മേൽപ്പറഞ്ഞ രീതിയിൽ അസേർട്ട് ചെയ്യുന്ന എക്സ്ചേഞ്ച് വാല്യൂലാണ് ഈ പ്രൊപ്പോർഷണൽ ഡിസ്ട്രിബ്യൂഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന പണി ആണ് സയൻസിൻ്റെത്. അപ്പൊ ഇത്തരത്തില് എക്സ്ചേഞ്ച് വാല്യൂവിനെ നിർണ്ണയിക്കുന്ന തരത്തിൽ പ്രൊപ്പോർഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലേബർ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അസേർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കുക, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന എന്നുള്ളതാണ് സയൻസിന്റെ ജോലി എന്നാണ് മാർക്സ് പറയുന്നത്. ഈ ഡെമോൺസ്ട്രേഷൻ രണ്ട് രീതി ചെയ്യാം. അപ്പൊ നമ്മളൊക്കെ ആലോചിച്ചാൽ പെട്ടെന്ന് എന്താ, ഇത് എംപിരിക്കലി ചെയ്യാം. പക്ഷെ മാർക്സിന് ഞാൻ ആലോചിക്കുമ്പോൾ ഇതിന്റെ ഒരു അഭിപ്രായമാണ്, ശരിയാവണമെന്ന് അറിയില്ല, മാർക്സിന് അന്ന് അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് പക്ഷെ കഴിയില്ല, കാരണം അതിന് ഇത് ചെയ്യാൻ വേണ്ടി ഡേറ്റ സെറ്റ് ഒന്നും ആ സമയത്ത് ഇല്ല. ഉണ്ടെങ്കിലും മാർക്സ് അത് ഉപയോഗിച്ച് ഈ പ്രൊസീജിയർ എംപിരിക്കലി ചെയ്ത് തീർക്കുമെന്നുള്ളതാണ് മാർക്സിന്റെ ഒരു മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള മാർക്സിന്റെ ഒരു സ്റ്റൈല് വെച്ചിട്ട് നമുക്ക് തോന്നുന്നത്. മാത്രമല്ല മാർക്സ് അതുകൊണ്ട് ഇതിനെ ബാക്കി ഓർഗാനിക് കോമ്പസിഷൻ ഓഫ് ക്യാപിറ്റലും പിന്നീടുള്ള രണ്ട് നിയമങ്ങളും വളരെ മാത്തമെറ്റിക്കൽ ആയിട്ട് മാർക്സ് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രിസൈസ് ആയിട്ട് മാർക്സ് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇത് വിട്ടുകളഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഇതിന്റെ ഒരു പ്രിസൈസ് മാത്തമെറ്റിക്കൽ ഫോർമുലേഷൻ എന്താണെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കിട്ടേണ്ട ഡാറ്റാ സെറ്റ് എന്താണ്, അതിനനുസരിച്ചിട്ടാണ് അത് തമ്മിലുള്ള ഈ എക്സ്ചേഞ്ച് വാല്യൂവും പ്രൊപ്പോർഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലേബറും തമ്മിലുള്ള ബന്ധം കാണിക്കാനുള്ള ഒരു മാത്തമെറ്റിക്കൽ പ്രൊസീജിയർ ഇവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അതുകൊണ്ടായിരിക്കും മാർക്സ് ഇത് വിട്ടിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പം ശരിയാവാൻ തെറ്റാവാം. അപ്പം അതൊന്ന്. അപ്പൊ എംപിരിക്കലി ചെയ്യാൻ പറ്റും, അത് നമ്മൾ ചെയ്യും. അപ്പൊ അന്ന് പക്ഷെ മാർക്സ് എംപിരിക്കലി ചെയ്തിട്ടില്ല. മാർക്സ് ചെയ്തത് ഒരു അനലിറ്റിക്കൽ പ്രൊസീജിയർ കൂടെ അബ്സ്ട്രാക്ഷൻസ് വഴിയാണ്. മാർക്സ് പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്ക് ഈ സോഷ്യൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സൊസൈറ്റിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് ലാബ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചെയ്യാൻ പറ്റിയ അബ്സ്ട്രാക്ഷന്റെ പവറാണ്. നമുക്ക് ആ രീതിയിൽ ഒരു അനലിറ്റിക്കൽ പ്രൊസീജിയർ ആയിട്ടാണ് മാർക്സ് ക്യാപിറ്റലിന്റെ വോള്യം 1ന്റെ ആദ്യ ഭാഗത്ത് വളരെ വിശദമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് മാർക്സ് പറഞ്ഞ മാറ്റി the actual every exchange really identical magnitude of the value. അതായത് മാർക്സ് പറയാണ്, ഓരോ ദിവസവും ഞാൻ ഒരാൾക്ക് ഒരു സാധനം വാങ്ങി മറ്റേ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇത്ര രൂപക്ക് ഇന്നത് വാങ്ങി ഇന്നത് കൊടുക്കുന്നു. ഈ ചെയ്യുന്ന പ്രക്രിയയിൽ ഈ സാധനം കാണില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം വൾഗർ മാർക്സ് പറയുന്ന ഫുൾ സെൻസ് ഇതാണ്: ദ വൾഗർ എക്കണോമിസ്റ്റ് ഹാസ് നോട്ട് ദ ഫെയിൻറ്റസ്റ്റ് ഐഡിയ ദാറ്റ് ദ ആക്ച്വൽ എവറിഡേ എക്സ്ചേഞ്ച് റിലേഷൻസ് cannot be directly identical with the magnitude of the labor. കാരണം എന്താ, ടോട്ടൽ സോഷ്യൽ ലേബറിന്റെ ഒരു അഗ്രഗേറ്റ് ആണ് ഒരു ഏരിയയിലേക്ക് പോകുന്നത്. അത് അവിടെ കുറെ ആ ടൈപ്പ് ഓഫ് ഉൽപ്പന്നങ്ങളാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. അതും മറ്റ് ടൈപ്പ് ഓഫ് ഉൽപ്പന്നങ്ങളും തമ്മിലാണ് ഈ പറയുന്ന നെസസിറ്റി ഓഫ് പ്രൊപ്പോർഷണാലിറ്റി വരുന്നത്, പ്രൊപ്പോർഷണൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ അത് ഒരു ആവറേജിന്റെ ലെവലിലാണ് ഈ വർക്ക് ചെയ്യുക. അല്ലാണ്ട് ഓരോ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ ഇത് വരൂല. അതാണ് മാർക്സ് പറയുന്ന കാര്യം. അപ്പൊ മാർക്സ് അത് ഇനിയോ ഇത് ആവറേജിന്റെ ലെവലിൽ വരുന്ന സാധനം ഓരോന്നിന്റെ പേരിലും വരാം. എപ്പം വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഓരോ സാധനവും സോഷ്യൽ ലേബർ ചെയ്യുകയാണെങ്കിൽ പറ്റുണ്ടാവും. പക്ഷെ അങ്ങനത്തെ അല്ലാത്ത കേസിൽ നാച്ചുറൽ itself only as a blindly working average. അപ്പൊ ഈ ഇതിനകത്തെ കണ്ടീഷന്റെ സ്വഭാവം മാർക്സ് പറഞ്ഞു. ഈ പ്രൊപ്പോർഷണൽ നെസസിറ്റി ഓഫ് ഈ പ്രൊപ്പോർഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലേബർ എക്സ്ചേഞ്ച് വാല്യൂവിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഒരു വർക്കിംഗ് ആവറേജ് ആയിട്ടാണ്. അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് പോകുമ്പം സംഭവിക്കേണ്ട അതിന്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു മാത്തമെറ്റിക്കൽ സ്വഭാവവും പറയുന്നുണ്ട്. And then the vulgar economist thinks he has made a great discovery when, as against the revelation of the inner interconnection, he proudly claims that in appearance this looks different. നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ ദിവസം സാധനം വാങ്ങി വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇയാൾ പറയണൊന്നും കാണുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ കൊണ്ട് ഇത് ശരിയല്ല എന്നുള്ളതാണ്. അപ്പൊ മാർക്സ് പറയുന്നത് വെച്ചാൽ അങ്ങനെയാണ് പിന്നെ സയൻസ് വേണ്ട.
മാർക്സ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അതായിരിക്കും നമ്മൾ എവിഡന്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ ഭൂമി തിരിയുന്നുണ്ടെന്നുള്ള നമുക്ക് നോക്കിയാൽ കാണൂല. അപ്പൊ അത് നമ്മൾ വേറെ രീതിയിലാണ് മനസ്സിലാക്കുക. അതാണ് സയൻസിന്റെ പർപ്പസ്. അത്ര എളുപ്പമാണെങ്കിൽ സയൻസ് വേണ്ടല്ലോ എന്നാണ്. അപ്പോൾ മാർക്സ് ഭയങ്കര ദേഷ്യപ്പെട്ട അവസാനം പറയാം വൈ ദെൻ ഹാവ് എനി സയൻസ് അറ്റ് ഓൾ എന്നുള്ളതാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പം നമ്മളിവിടെ നിർത്താണ്. അതായത് ഈ കൂഗൽമാന്റെ കത്ത്, കൂഗൽമാന് മാർക്സ് ഹാനോവറിൽ വെച്ച് അയച്ച കത്തിൽ ഇത്രയും ഈ ചെറിയൊരു സാധനത്തിൽ സത്യം പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ലോ ഓഫ് വാല്യൂവിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ വരാം. ഇനി മാർക്സ് എങ്ങനെയാണ് ഈ സംഗതി, അതായത് ഈ ലോ ഓഫ് വാല്യൂ, അതായത് എക്സ്ചേഞ്ച്, ഈ പ്രൊപ്പോർഷണൽ ഡിസ്ട്രിബ്യൂഷൻ എക്സ്ചേഞ്ച് വാല്യൂവില് ആണ്, എക്സ്ചേഞ്ച് വാല്യൂന്റെ പ്രിൻസിപ്പിൾ പ്രൊപ്പോർഷണൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്നുള്ളത് ശരിക്ക് പ്രിസൈസ്ലി തിരിച്ചാണ്. നമ്മൾ നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് വാല്യൂവിന്റെ പ്രിൻസിപ്പിള് പ്രൊപ്പോർഷണൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നല്ല, ഈ പ്രൊപ്പോർഷണൽ ഡിസ്ട്രിബ്യൂഷൻ അസേർട്ട് ചെയ്യുന്നത് എക്സ്ചേഞ്ച് വാല്യൂവിന്റെ രൂപത്തിലാണ് ഈ സമൂഹത്തിൽ എന്നുള്ളതാണ് കറക്റ്റ്. അപ്പൊ എന്തായാലും രണ്ട് രീതിയിലും എക്സ്ചേഞ്ച് വാല്യൂവിന്റെ പ്രിൻസിപ്പിള് ഈ ലേബർ ആണ്, പോകുന്ന ലേബർ ആണ് എന്നുള്ള പ്രൊസീജിയർ ഒന്ന് ഓടിച്ചു നോക്കാം. കുറച്ച് സ്പീഡിൽ പോകേണ്ടി വരും. അപ്പൊ അത് മാർക്സ് ആ അനാലിസിസ് തുടങ്ങുന്നത് കമ്മോഡിറ്റീനെ വെച്ചിട്ടാണ്. അപ്പോൾ കമ്മോഡിറ്റിയിലേക്ക് വരുന്നതിന് മുന്നേ ക്യാപിറ്റൽ സൊസൈറ്റീനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ക്യാപിറ്റൽ സൊസൈറ്റിയിലെ പൊതുവെ സാമൂഹ്യമായിട്ടുള്ള ഉൽപാദനം ക്യാപിറ്റൽ സൊസൈറ്റിയിൽ അത് സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പൊ സഹകരണ അടിസ്ഥാനത്തിലുള്ള സാമൂഹ്യ അധ്വാനം വഴിയാണ് മനുഷ്യർ അടിസ്ഥാനപരമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയ സാധനമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾ ഉണ്ടാക്കിയ സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളെ കുട്ടിയുടെ രോഗപരിചരണം നടത്തുന്ന ഞാനാണ്, എന്റെ കുട്ടിയെ വിദ്യാഭ്യാസം നൽകുന്ന പഠിപ്പിക്കുന്ന അധ്യാപകൻ നിങ്ങളാണ്. നമ്മൾ അടിസ്ഥാന ബന്ധം. പക്ഷെ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ നോക്കുമ്പോൾ ഈ ബന്ധം വളരെ പ്രത്യക്ഷമല്ല, കുറച്ച് ഡിസ്റ്റോർട്ടഡ് ആണ്. ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ബന്ധമായിട്ടാണ്. അത്തരം കൈമാറ്റ മൂല്യമുള്ള ഉൽപ്പന്നങ്ങളുടെ ഉടമസ്ഥ പ്രത്യക്ഷമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ, കോയമ്പത്തൂർ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ സ്വന്തം ഉണ്ടാക്കിയ മറ്റേ ക്യാരറ്റും ഒക്കെ വിൽക്കാൻ വരും. അപ്പൊ സംഗതി പക്ഷേ എക്സ്ചേഞ്ചിന്റെ സെയിം പ്രിൻസിപ്പിളൊക്കെ അനുസരിച്ചാണ് നടക്കുന്നതെങ്കിലും മാർക്കറ്റിനെ ചെറുതായിട്ടൊന്ന് സർക്കംവെന്റ് ചെയ്യും, ഫീൽ ചെയ്യും. മനുഷ്യരും തമ്മിലുള്ള ഒരു ബന്ധമായിട്ട് ഒരു പോയിന്റിൽ അത് ഫീൽ ചെയ്യും, ചെറുതായിട്ട് എമേർജ് ചെയ്ത് തുടങ്ങും. അപ്പൊ അത് പറഞ്ഞുള്ളൂ. അപ്പൊ അങ്ങനെ മാർക്കറ്റ് അങ്ങാടിയിൽ എക്സ്ചേഞ്ച് വാല്യൂ കൈമാറ്റ മൂല്യത്തിന് വേണ്ടി വിൽക്കാൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ മുകളിലാണ്. കൈമാറ്റ മൂല്യത്തിന് വേണ്ടി വിൽക്കാൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, അതായത് കമ്മോഡിറ്റി, അതിന്റെ മുകളിലാണ് മാർക്സ് അദ്ദേഹത്തിന്റെ അനാലിസിസിന്റെ അവതരണം ആരംഭിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് അത് തുടങ്ങുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ്? വെൽത്ത് ഓഫ് ദോസ് സൊസൈറ്റീസ് ഇൻ വിച്ച് ദ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ പ്രൊവൈഡ്സ് presents itself as an immense accumulation of commodities, its unit being a single commodity. Our investigation must therefore begin with the analysis of a commodity. വളരെ പ്രിസൈസ് ആൻഡ് ക്ലിയർ ആണ് മാർക്സ് കമ്മോഡിറ്റിയിൽ വരാൻ. അപ്പൊ കമ്മോഡിറ്റിയുടെ അനാലിസിസ് തുടങ്ങാണ്. അപ്പൊ കമ്മോഡിറ്റിന്റെ തുടങ്ങുമ്പോൾ മാർക്സ് പറയുന്നത് എന്താ വെച്ചാൽ, കമ്മോഡിറ്റിക്ക് ഒരു ടു ഫോൾഡ് ക്യാരക്ടർ ഉണ്ട്. ഒന്ന്, അതിനൊരു യൂസ് വാല്യൂ ഉണ്ട്. കസാലേന്റെ യൂസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇരിക്കാനുള്ളതാണ്. മേശന്റെ യൂസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഓരോന്ന് കൊണ്ടുവെക്കാൻ ആണ് എന്നുള്ളതാണ്. യാതൊരു യൂസ് വാല്യൂ ഇല്ലാത്ത സാധനം വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷെ അപ്പോൾ അതാരും വാങ്ങൂല. അപ്പോൾ ഒരു കമ്മോഡിറ്റി ആവണമെങ്കിൽ അതിനൊരു യൂസ് വാല്യൂ വേണം. രണ്ട്, കമ്മോഡിറ്റിക്ക് ഒരു എക്സ്ചേഞ്ച് വാല്യൂ. ക്വാർട്ടർ കോൺ കൊടുത്താൽ എക്സ് വെയിറ്റ് അയൺ കിട്ടും. ഒരു ക്വാർട്ടർ കോണിന്റെ എക്സ്ചേഞ്ച് വാല്യൂ എക്സ് വെയിറ്റ് അയൺ ആണെന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? അപ്പൊ രണ്ടിലും തുല്യമായ അളവിൽ അടങ്ങിയ മൂന്നാമതൊരു സംഗതി ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊമ്മൻഷറബിൾ ആവുന്നത്. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അളക്കാൻ പറ്റുന്ന രൂപത്തിലാവുന്നത് ആ മൂന്നാമത്തെ സ്ഥാനത്തിന്റെ പേരിലാണ്. അപ്പൊ ഇതിന് രണ്ടിനും പൊതുവായ ഫീച്ചർ മാർക്സ് ആലോചിച്ചിട്ട്, ഇത് രണ്ടും മനുഷ്യരുണ്ടാക്കുന്നത്, മനുഷ്യർ അവരുടെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ് ആ ഫീച്ചർ. അപ്പൊ മാർക്സ് ഈ സാധനത്തിൽ നിന്ന് മറ്റേ കമ്മോഡിറ്റിന്റെ ടു ഫോൾഡ് ക്യാരക്ടർ നമ്മൾ ലേബറിലേക്ക് എത്തി. ലേബറിനും ടു ഫോൾഡ് ക്യാരക്ടർ ഉണ്ടെന്നാണ് മാർക്സ് പറയുന്നത്. അതാണ് ഒന്ന് കോൺക്രീറ്റ് ലേബർ. ഇപ്പൊ ഞാനൊരു ലേബർ, ഞാൻ പൊറാട്ട ഉണ്ടാക്കും, ചിലപ്പോൾ ഞാൻ തന്നെ അത് തിന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും തരും. അതായത് കോൺക്രീറ്റ് ലേബർ ഉപയോഗിച്ച് ഞാൻ യൂസ് വാല്യൂ ഉണ്ടാക്കിയെന്നുള്ളൂ. ഇതിനെ ഈ രൂപത്തിൽ എക്സ്ചേഞ്ച് വാല്യൂലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പൊറാട്ട ഉണ്ടാക്കുന്നു, നിങ്ങൾ കസാര ഉണ്ടാക്കുന്നു. ഇത് രണ്ടും രണ്ട് തരം അധ്വാനമാണ്. കോൺക്രീറ്റ് ആയ അർത്ഥത്തിൽ പൊറാട്ട വീശി അടിക്കുന്ന ഒരു സംഭവമാണ്, കസാര ഉടിയെല്ലാം വെച്ചിട്ടുണ്ടാക്കും. ഈ കോൺക്രീറ്റ് രൂപത്തിൽ അധ്വാനങ്ങൾ കമ്പയർ ചെയ്ത് ഒരു എക്സ്ചേഞ്ച് പ്രിൻസിപ്പിൾ തീരുമാനിക്കാൻ പറ്റി.
അപ്പോഴാണ് ലേബറിന്റെ രണ്ടാമത്തെ സ്വഭാവം പരിഗണിക്കുന്നത്. ഈ രണ്ട് അധ്വാനത്തിലും പൊതുവായിട്ട് ഈ രണ്ടിലും ഇതിൽ പൊതുവായിട്ട് എന്താണുള്ളത്? എന്താണ് ഈ രണ്ട് അധ്വാനം, അതായത് നമ്മൾ പൊറാട്ട അടിക്കുന്നതിലും അല്ലെങ്കിൽ മേശ ഉണ്ടാക്കുന്നതിലും പൊതുവായിട്ട് എന്താണുള്ളത്? അതായിരിക്കും എക്സ്ചേഞ്ചിന്റെ പ്രിൻസിപ്പിൾ. പൊതുവായിട്ടുള്ളത് മനുഷ്യന്റെ അധ്വാനമാണ്. അതായത് മാർക്സ് അത് പറയുന്നത് ഹ്യൂമൻ ലേബർ ഇൻ അബ്സ്ട്രാക്ട് എന്നാണ്. അപ്പൊ അത് മാർക്സ് പറയാണ്, നൈദർ ക്യാൻ ഇറ്റ് എനി ലോങ്ങർ ബി റിഗാർഡഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി ലേബർ ഓഫ് ദ ജോയിനർ, the mason, the spinner, or of any other definite kind of productive labor, along with the useful qualities of the product themselves. We put out of sight both the useful character of the various kinds of labor embodied in them and the concrete forms of that labor. There is nothing left but what is common to them all. All are reduced to one and some sort of labor. അതായത് ഈ സെന്റൻസ് പറഞ്ഞൊക്കെ ഇപ്പൊ മേസൺ പണിയെടുത്താലും സ്പിന്നർ പണിയെടുത്താലും ആര് പണിയെടുത്താലും അൾട്ടിമേറ്റ്ലി അത് മനുഷ്യൻ എടുക്കുന്ന പണിയാണ്. അത് ഹ്യൂമൻ ലേബർ ഇൻ അബ്സ്ട്രാക്ട് ആണ്. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, ഈ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു മെന്റൽ ജനറലൈസേഷൻ മാത്രമല്ല. അത് ഞാൻ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം. ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ട്, ഒരു മീഡിയം സൈസ് ട്രയാങ്കിൾ ഉണ്ട്, ഒരു ഇതൊരു കോഗ്നിറ്റീവ് ജനറലൈസേഷൻ ആണ്, ഒരു മെന്റൽ ജനറലൈസേഷൻ ആണ്. ഇതിനെ റിയൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കോൺക്രീറ്റൈസ് ചെയ്യണം. ഒരു റിയൽ ട്രയാങ്കിളിന് ഈ പറഞ്ഞ ആംഗിളും സൈസും ഒക്കെ സ്പെസിഫൈ ചെയ്യേണ്ടി വരും. അപ്പൊ അബ്സ്ട്രാക്ട് ട്രയാങ്കിളിന് ആ സാധനം ഒന്നും ഉണ്ടാവില്ല. റിയൽ ട്രയാങ്കിളിന് പക്ഷേ ഈ പറഞ്ഞ ആംഗിളും സൈസും ഒക്കെ സ്പെസിഫൈ ചെയ്യേണ്ടി വരും. എന്നാൽ അബ്സ്ട്രാക്ട് ലേബർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ ലേബർ ഇൻ അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് ഒരു സാധനം കൂടിയാണ്. സോഷ്യൽ ലേബർ ആണ് ഇവിടുത്തെ ബേസ് എന്നുള്ളത് നമ്മളൊന്ന് കണക്കെടുക്കണം. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫോർമുലേഷൻ പറയാം. അത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ആശയം ഉപയോഗിക്കുന്നതാണ്. ടോട്ടൽ സോഷ്യൽ ലേബറിന്റെ ഇൻഡിവിസിബിൾ ആയിട്ടുള്ള, ഇനി അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഒരു ആറ്റോമിക് യൂണിറ്റ് ലേബർ ആണ് അബ്സ്ട്രാക്ട് ലേബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു റിയൽ സാധനമാണ്, അല്ലാണ്ട് ഒരു മെന്റൽ ജനറലൈസേഷൻ, നമ്മുടെ നോളജിന്റെ ലെവലിലുള്ള ഒരു അബ്സ്ട്രാക്ഷൻ. അതിനകത്ത് വാല്യൂ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ത്രികോണമായിട്ട് തന്നെ കാണണം, ട്രയാങ്കിൾ ആയിട്ട് കാണണം. അബ്സ്ട്രാക്ട് ലെവലിന് അതിന് ഫിസിക്കൽ റിയൽ വേൾഡിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതെന്താണ്? ഇത് റിയൽ ആണ്. റിയൽ ഇൻ ദ സെൻസ് എന്താണ്? അത് ടോട്ടൽ സോഷ്യൽ ലേബറിന്റെ ഇനി അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അറ്റോമിക് യൂണിറ്റ് ഓഫ് ലേബർ ആണ് അതിന്റെ അബ്സ്ട്രാക്ട് ലേബർ എന്ന് പറയുന്നത്. ഇതൊരു പ്രത്യേക സമൂഹത്തില് ഒരു ഗിവൺ ടെക്നോളജിന്റെ സമയത്ത്, ഒരു ഗിവൺ സോഷ്യൽ നെസസിറ്റി, ഒരു ഗിവൺ സെറ്റ് ഓഫ് സോഷ്യൽ നെസസിറ്റി ഉള്ള സമയത്ത് ഇത് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. അത് പോയിട്ട് ടെൻഡ് ചെയ്യുന്നത് ഒരു വളരെ അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരു ലേബറിന്റെ തലത്തിലാണ് ഈ ഹ്യൂമൻ ലേബർ ഇൻ അബ്സ്ട്രാക്ട് നിൽക്കുന്നുണ്ട്. ഇതിനെ വേറെ രീതിയിലും വിഷ്വലൈസ് ചെയ്യാം. ഒരു വലിയ ഹോമോജീനസ് മാസ് ഓഫ് ടോട്ടൽ സോഷ്യൽ ലേബർ ഉണ്ട്. അപ്പൊ അതിനെ ഏറ്റവും ചെറിയ രൂപത്തിൽ കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിന് n യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു സിംഗിൾ യൂണിറ്റ് ആണ് എന്ത്? ഹ്യൂമൻ ലേബർ ഇൻ അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ എപ്പോഴും ഒന്നാണ്, ഒരു യൂണിറ്റ് ആണ്. അപ്പൊ ഇത് മാർക്സിന്റെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ലേബറിനെ മെഷർ ചെയ്യാൻ പോകുമ്പോൾ ഈ അബ്സ്ട്രാക്ട് ലേബറിനെ ഈ രൂപത്തിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതുകൊണ്ട്, ഒരു യൂണിറ്റിന്റെ രൂപത്തിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അത് ഐറ്ററേറ്റഡ് ഓവർ ഇത്രയും ലേബർ ടൈം എന്ന് പറഞ്ഞിട്ട് ഈ ലേബർ മെഷർ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പറ്റൂല, കാരണം അവിടെ ഈ പ്രശ്നം വരും. അത് ലേബറിന്റെ ഒരു സ്വഭാവമെല്ലാം വരും. അപ്പൊ ഇത് ഒരു യൂണിറ്റ് ലേബറിലേക്ക് വരുന്നല്ലോ. ഇപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പം മറ്റേ ഫിസിക്സിൽ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം എന്ന് പറയും. അപ്പൊ F ഈസ് ഈക്വൽ ടു കെ എം എന്ന് പറയും. കെ ഒന്നാക്കാനുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ന്യൂട്ടൺ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോഗ്രാം ഇൻറ്റു 1 മീറ്റർ സ്ക്വയർ. 1 കിലോഗ്രാം സാധനത്തിന് 1 മീറ്റർ സ്ക്വയർ ആക്സിലറേഷനിൽ മൂവ് ചെയ്യാനുള്ള സാധനമാണെന്ന് പറയണേ. അപ്പൊ ആ കെ അങ്ങ് പോകും. അതേപോലെ അതിനേക്കാളും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഈ മെഷർമെന്റ് പോസിബിൾ ആക്കാൻ വേണ്ട ഒരു ഇന്റലക്ച്വൽ സ്റ്റെപ്പ് ആയിട്ടാണ് എനിക്ക് ഭയങ്കര ബ്രില്യന്റ് ആയിട്ട്, ഭയങ്കര ഒരു ഡിസ്കവറി ആയിട്ട് തന്നെ കണക്കാക്കേണ്ട ഒരു സാധനമായിട്ട് തോന്നുന്നത്. ഇനി ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഇവിടെ മാർക്സിസത്തിനകത്ത് പ്രത്യേകിച്ച് വാല്യൂ ഫോം റൂബിനൊക്കെ ഈ അബ്സ്ട്രാക്ട് ലേബറിനെ ഇവരെന്താ വെച്ച് കഴിഞ്ഞാല് എക്സ്ചേഞ്ച് വാല്യൂന്റെ ഫോം നിലനിൽക്കുമ്പോൾ മാത്രമേ, അത് പ്രത്യേകിച്ച് മണിയായിട്ട് വാല്യൂ ഫോം നിലനിൽക്കുമ്പോൾ മാത്രമേ, ഒരു യൂണിവേഴ്സൽ ഈക്വലന്റ് നിലനിൽക്കുമ്പോൾ മാത്രമേ അബ്സ്ട്രാക്ട് ലേബർ ഉണ്ടാവൂ, അല്ലെങ്കിൽ അതിന് പ്രസക്തി ഉള്ളൂ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്.
പക്ഷെ അത് കുറച്ചും കൂടി കടന്നിട്ട് ക്യാപിറ്റലിസ്റ്റിനകത്ത് മാത്രമേ അബ്സ്ട്രാക്ട് ലേബർ ഉണ്ടോ എന്ന് പറയുന്നത് നമ്മളെ ക്രിസ്റ്റഫർ ആദർ ഒക്കെ ഉണ്ട് ന്യൂ ഡയലക്റ്റിക്കിന്റെ ഒക്കെ. അപ്പൊ ആ രൂപത്തിൽ കൺഫ്യൂസ് ചെയ്യുന്ന ആ ഒരു ഏരിയ കുറച്ച് ഡിബേറ്റ്സ് മാർക്സത്തിനകത്തുണ്ട്. പക്ഷെ അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഈ വാല്യൂ ഫോമുമായിട്ട് കമ്പയർ ചെയ്യും, മണിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ലേബറിനെ നമ്മൾക്ക് ഈ പറയുന്ന രീതിയിൽ അബ്സ്ട്രാക്ട് ലേബർ ആയിട്ട് കണക്കാക്കാൻ പറ്റും. ആ രൂപത്തിൽ മാത്രം അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ഈ വാല്യൂ ഫോമിന്റെ ആ ഇത്തരം ഡിബേറ്റിലേക്ക് പോകുന്നില്ല. മാർക്സ് വിശദമായി പിന്നെ നമ്മളെ മുമ്പൊരു കാഴ്ചയിൽ റെൻസായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം എനിക്ക് തോന്നുന്നത്, എന്റെ ഒരു തോന്നല് ആ വാല്യൂ ഫോമിന്റെ ആ ഒരു ക്ലെയിം ശരിയല്ല. മാർക്സ് അറ്റ്ലീസ്റ്റ് അങ്ങനെ വിചാരിക്കുന്നില്ല എന്നാണ് ഈ സംഗതി വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു തരത്തിൽ ഒരു മെന്റൽ ജനറലൈസേഷൻ ആയിട്ടും അതേസമയം ഇങ്ങനെ ഒരു എന്താണ് പറയാ മെഷർമെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എപ്പിസ്റ്റമിക് പ്രൊസീജിയർ ആയിട്ടും കൂടി ഇതിനെ കാണേണ്ടി വരും എന്ന് തോന്നുന്നു. അപ്പൊ അതാണ് അടുത്ത കാര്യം. അപ്പം നമ്മൾ ഒരു കാര്യം മാർക്സിന്റെ അനലിറ്റിക്കൽ രീതി തീരുമാനിച്ചു, ഹ്യൂമൻ ലേബർ ഇൻ അബ്സ്ട്രാക്ട് ആണ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോ എന്താ ഇതെങ്ങനെ മെഷർ ചെയ്യാന്നുള്ള. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ലേബർ ഇനിയിപ്പോ മെഷർ ചെയ്യാനൊന്നുമില്ല, അത് ലേബർ ടൈമിൽ ഈ യൂണിറ്റ് ആണ്, ഇത് അബ്സ്ട്രാക്ട് ഒരു യൂണിറ്റ് ലേബർ ആണ്. അപ്പൊ അത് നമ്മൾ ലേബർ ടൈമിൽ മെഷർ ചെയ്യാം. ഞാൻ ഈ സെന്റൻസ് ഒന്ന് മാർക്സിന്റെ വായിക്കാം. യൂസ് വാല്യൂ ഓർ യൂസ്ഫുൾ ആർട്ടിക്കൽ therefore has or materialized in it. How then is the magnitude of this value to be measured? Plainly by the quantity of the value creating substance, the labor contained in the article. The quantity of the labor, however, is measured by its duration. The labor time in its turn find its standard weeks, days and hours. അപ്പോൾ ലേബർ ടൈമിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പം എന്തായി, നമ്മളെ ലോ ഓഫ് വാല്യൂ ടെസ്റ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങളെല്ലാം നമ്മളെ കയ്യിലായിട്ടുണ്ട്. അപ്പം ഇത് നേരത്തെ പോൾ കോക്സ്റ്റോട്ടിന്റെ സ്ലൈഡ് തന്നെ കാണിച്ചാൽ. അപ്പൊ ഇനി അടുത്തൊരു സാധനം, ഇതിനകത്ത് വേറൊരു ചെറിയ രസമുള്ള ഒരു കാര്യം കൂടി ഉള്ളത്, ഇത് സ്റ്റാലിൻ ഇത് 1920s 50s ഒക്കെ സോവിയറ്റ് മാർക്സിസ്റ്റുകളുടെ ഇടയിലുള്ള ഡിബേറ്റ്, ഈ ലോ ഓഫ് വാല്യൂ USSRന് ബാധകമാണോ അല്ലെ സോവിയറ്റ് ബാധകമാണോ? സ്റ്റാലിന്റെ ഒരു പാംഫ്ലെറ്റ് പറയുന്നത് മാർക്കറ്റ് മെക്കാനിസം വർക്ക് ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ അപ്ലൈ ചെയ്യൂല എന്നുള്ളതാണ്. അപ്പൊ അതിന് മറുപടി ആയിട്ട് നമ്മളെ ബോർദിക, നമ്മളെ ഗ്രാംഷിന്റെ ഒക്കെ ഫ്രണ്ട് ബോർദിക പറയണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ തിയറി ഒന്നും വേണ്ട. എന്താണ്, ടു ഡിറ്റർമിൻ വെദർ ദ ലോ ഓഫ് വാല്യൂ ഓപ്പറേറ്റഡ് വൺ ഹാഡ് ഓൺലി ടു ഗോ ഇൻ ടു എ റഷ്യൻ മാർക്കറ്റ് ആൻഡ് സീ പൊട്ടറ്റോസ് എക്സ്ചേഞ്ച് ഫോർ റൂബിൾസ്. എന്താണ് നമ്മളെ പൊട്ടറ്റോ എന്ന് പറഞ്ഞാല് ഉരുളൻകിഴങ്ങ് റൂബിളിന് വിൽക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള, വാങ്ങാനും വിൽക്കാനും പറ്റുന്നുണ്ടോ നോക്കിയാൽ നമുക്ക് ഇതിനകത്ത് ലോ ഓഫ് വാല്യൂ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഒരു പരിധി വരെ ബോർഡിക ശരിയാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച്, ബോർഡികനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത് പൊതുവെ വാല്യൂ ഫോമാരെ സംബന്ധിച്ചിടത്തോളം ലോ ഓഫ് വാല്യൂ സിംപ്ലി മെന്റ് ദ എക്സ്ചേഞ്ച് ഓഫ് ഈക്വലൻസ്. അവിടെയാണ് ഈ പ്രശ്നം വരിക വാല്യൂ ഫോമാർക്ക്. അപ്പം ആൻഡ് ദ ആക്ട് ഓഫ് എക്സ്ചേഞ്ച് മെയ്ഡ് ദ തിങ്സ് ഈക്വലന്റ്. നമ്മളെ മാർക്സിന്റെ ക്ലെയിം അതല്ല. അപ്പൊ അതാണ് അടുത്തത്. പിന്നെ ഇതിനകത്ത് അപ്പം ഈ ഡിഫറൻഷ്യൽ നമ്മളെ വ്യത്യസ്ത സാമൂഹ്യ വ്യവസ്ഥകൾ എങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു അന്വേഷണം അല്ലെങ്കിൽ ചെറിയൊരു കമന്റ് മാർക്സിൽ നോക്കിയാൽ കിട്ടിയ ക്രിട്ടിക് ഓഫ് ഗോദ പ്രോഗ്രാമിലാണ്. മാർക്സ് പറയുന്നത് കമ്മ്യൂണിസത്തിന്റെ തുടക്കത്തിൽ ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസേഴ്സ് ഗെറ്റ് വാട്ട് ഹി ഹാസ് ഗിവൺ ടു ഇറ്റ് എന്നുള്ളതാണ്. അതായത് ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി എന്നുള്ള ഒരു ഘട്ടം ഒക്കെയാണ് നമ്മൾ പറയണമെങ്കിൽ ഒരാൾ പണിയെടുക്കുന്നതിൽ അയാളുടെ അവിടേക്ക് വേണ്ട സോഷ്യൽ ഫണ്ടും അതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് ഫോഴ്സസിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള സാധനവും ഡെഡ്യൂസ് ചെയ്തതിന് ശേഷം, ഡിഡക്ട് ചെയ്തതിന് ശേഷമുള്ള ഫുൾ വാല്യൂ ആ പ്രൊഡ്യൂസർ കിട്ടും. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും ഒരു എക്സ്ചേഞ്ചിൽ ചെയ്യുന്നുണ്ട്. ഫോർ അക്കോർഡിംഗ് ടു വൺസ് നീഡ്, ആവശ്യത്തിനനുസരിച്ച് ഈ സാധനം എടുക്കാൻ തുടങ്ങിയാൽ വാല്യൂ ഫോം അബോളിഷ് ചെയ്യാം. അപ്പൊ അതാണ് മാർക്സ് അത് ക്രിട്ടിക് ഓഫ് ഗോദ പ്രോഗ്രാമിലാണ് ഈ പോസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് കുറച്ച് ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ സാധനം മാർക്സ് പറയുന്നു. അപ്പൊ ഇനി ഇത് ഈ ഗ്രേ സ്ലൈഡൊക്കെ പോൾ കോക്സ്ഫോർഡിന്റെ ആണ്, ഞാൻ നേരെ ഇങ്ങോട്ട് എടുത്താം. അപ്പം ഇതില് പോൾ കോക്സ്ഫോർഡ് പറയുന്നത് ദ ലോ ഓഫ് വാല്യൂ സ്റ്റേറ്റ്സ് ദാറ്റ് വാല്യൂ, ഇയാളുടെ സ്റ്റേറ്റ്മെന്റ് ആണ്, പോൾ കോക്സ്ഫോർഡിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ദ ലോ ഓഫ് വാല്യൂ സ്റ്റേറ്റ്സ് ദാറ്റ് വാല്യൂ അണ്ടർസ്റ്റുഡ് ആസ് ദ ലേബർ ടൈം സോഷ്യലി നെസസറി ടു പ്രൊഡ്യൂസ് എ കമോഡിറ്റി, ഈ സോഷ്യലി നെസസറി ടൈം കമോഡിറ്റി എക്സ്ചേഞ്ചിൽ കൺസർവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഇതെങ്ങനെ ടെസ്റ്റ് ചെയ്യാം? അപ്പൊ ഇങ്ങനെ പറയുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളതും കൂടി പോൾ കോക്സ്ഫോർഡ് പറയുന്നുണ്ട്. എന്താണ്, ഇനി കുറെ അഡ്വാൻറ്റേജ് തോന്നുന്നു. ഇറ്റ് ഈസ് കാസ്റ്റ് ഇൻ ദ നോർമൽ ഫോം ഓഫ് എ സയന്റിഫിക് ലോ. ഫൈൻ, ഇറ്റ്സ് എംപിരിക്കലി ടെസ്റ്റബിൾ ആണ്. ഇറ്റ് ഹാസ് എ പ്രിസൈസ് മീനിങ്.
ഇറ്റ് എംഫസൈസ് ദ ഫണ്ടമെന്റൽ മാർക്സിയൻ പ്രൊപ്പോസിഷൻ ദാറ്റ് വാല്യൂ കാനോട്ട് അറൈസ് ഇൻ സർക്കുലേഷൻ. പിന്നെ വേറെ കാര്യമുള്ളത്, ഇത് കൺസർവേഷൻ പ്രിൻസിപ്പിൾ ആണെങ്കിലും ഇതൊരു സ്റ്റൊക്കാസ്റ്റിക് ലോ ആണ്. അതായത് റാൻഡം വേരിയേഷൻസ് ഉണ്ട്. നമ്മൾ 2 സെറ്റ് ഓഫ് ഡാറ്റ വെച്ചിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുക. ഇതിനകത്ത് റാൻഡം വേരിയേഷൻസ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പൊ അത് ആ അർത്ഥത്തിൽ എക്സാക്ട് ഫിറ്റ് എന്നുള്ളതല്ല, അത് ആ അർത്ഥത്തിലാണ് വർക്ക് ചെയ്ത്. മാർക്സിന്റെ പ്രൊസീജിയറിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഒരു വർക്കിംഗ് ആവറേജിലാണ് ഇത് പോയിട്ട് ഫിറ്റ് ആവാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ലോയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ രൂപത്തിലുള്ള ഒരു സ്റ്റൊക്കാസ്റ്റിക് ലോ ആണ്. ഇനി എങ്ങനെ ഇത് ടെസ്റ്റ് ചെയ്യാം? ഈ സാധനം ടെസ്റ്റ് ചെയ്യണം. ഇപ്പൊ ടു വെരിഫൈ ദിസ് എന്തൊക്കെ ഇൻഫർമേഷൻ വേണം? ഒരു ഇൻഫർമേഷൻ ഓൺ ദ മണി വാല്യൂ ഓഫ് ഔട്ട്പുട്ട്സ് ഓഫ് ലോട്ട്സ് ഓഫ് ഇൻഡസ്ട്രീസ്. ഒരുപാട് ഇൻഡസ്ട്രികൾ നമ്മൾ ഈ ഓരോ പ്രൊപ്പോർഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഡിഫറെന്റ് ഏരിയാസ് ആണ്. അപ്പൊ നമുക്ക് അതിലുള്ള മണി വാല്യൂ ഓഫ് ഔട്ട്പുട്ട്സ് ഓഫ് ലോട്ട്സ് ഓഫ് ഇൻഡസ്ട്രീസ് വേണം. പിന്നെയോ ലേബർ കണ്ടന്റ് ഓഫ് ദി ഔട്ട്പുട്ട്സ് ഓഫ് ദീസ് ഇൻഡസ്ട്രീസ് വേണം. അത് രണ്ടും കിട്ടി. ഇനി കിട്ടിയിട്ട് എന്താ ചെയ്യാം? ഇഫ് ദ മണി വാല്യൂ ഇസ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ദി ലേബർ കണ്ടന്റ്, ദെൻ ദ predictor of value are confirmed. ഇത് രണ്ടും ക്ലോസ്ലി കോറിലേറ്റഡ് ആണ്. ലേബർ കണ്ടന്റ്, അതായത് മണി വാല്യൂവും ലേബർ കണ്ടന്റും ക്ലോസ്ലി കോറിലേറ്റഡ് ആണെങ്കിൽ ലേബർ ടേലർ ഓഫ് വാല്യൂ കൺഫേംഡ് ആണ്, മാത്തമാറ്റിക്കലി കൺഫേംഡ് ആണ്. അപ്പൊ ഇതിന് ഈ ഡാറ്റ എവിടെ നിന്ന് കിട്ടുക? അത് IO ടേബിൾസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ടേബിൾസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. വി ക്യാൻ ഒബ്റ്റെയിൻ ദ നെസസറി ഇൻഫർമേഷൻ ഫ്രം ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്സിന്റെ കാലത്ത് ഇതില്ല. മാർക്സിന് ഈ സാധനം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ മാർക്സ് ഡെഫിനറ്റ് ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. All governments in the developed world publish such tables for their country. Using these, you can compute the direct and indirect labor use. അപ്പൊ അതാ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരു റിഗ്രഷൻ അനാലിസിസ് നടത്തി ഇതിന്റെ ഒരു ഗ്രാഫ് ജനറേറ്റ് ചെയ്തു. അപ്പൊ ഗ്രാഫിൽ നോക്കൂ, ഇതൊരു ലൈനാണ്. ഇത് 2 സാധനങ്ങളാണ്. ഈ നമ്മളെ ഈ നീല ചതുരങ്ങളെ ഇത് അടുപ്പിച്ച് കിടക്കുന്നു എന്ന് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 എണ്ണം ഒഴിച്ചിട്ട് നമ്മളെ മുകളിലുള്ള ഈ ഓയിൽ ആൻഡ് റിഫൈനിങ്ങിന്റെ 2 എണ്ണം ദൂരെ കിടക്കുന്ന ഒഴിച്ചാൽ ബാക്കിയെല്ലാം സംവാട്ട് വെരി ക്ലോസ് ആണ്. ചിലത് ഒന്നിന്റെ മേലെ കയറിയിട്ട് തന്നെയാണ്. എക്സാക്ട് ഐഡന്റിക്കൽ ആണെങ്കിൽ ഇതൊരു ലൈൻ ആയിട്ട് കിട്ടും. അപ്പം ഈ ചാർട്ട് അപ്പ് ഷോസ് എന്താ? ഔട്ട്പുട്ട് മണി വാല്യൂ ഇസ് ക്ലോസ്ലി കോറിലേറ്റഡ് ടു ദി ലേബർ ഇൻപുട്ട്. Chart shows the direct and indirect labor input of 40 UK industries as against the money value of their inputs. The exception to the trend are the oil industry. ആ ട്രെൻഡിന് മാർക്സിന്റെ തിയററ്റിക്കൽ സിസ്റ്റത്തിൽ തന്നെ വിശദീകരണമുണ്ട്. നമ്മൾ റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ് ആണ് വരിക. കാരണം അത് സൂപ്പർ മൊണോപ്പൊളിയാണ്. അപ്പം വേറൊരു രസമുള്ളൊരു കാര്യം കൂടി, ഇത് പോൾ കോക്സ്റോട്ട് ഈ സാധനം ഇൻപുട്ട് ഔട്ട്പുട്ട് ചാർട്ട് ഇട്ടാല് കിട്ടുന്ന ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ചാർട്ട് നേരെ ഇൻപുട്ട് ആയിട്ട് കൊടുത്താൽ ഈ പറയുന്ന ഗ്രാഫ് ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം, ഒരു അൽഗോരിതം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ലഭ്യമാക്കാന്ന് ഫ്രീ ആണെന്നൊക്കെ പറയുന്നു. ഞാൻ നോക്കിയിട്ടില്ല. ഇനി വേറെ ഇതിപ്പോ UKന്റെ അടുത്ത്. ഇനി വേറെ രാജ്യങ്ങൾ നോക്കൂ. ജപ്പാൻ ഓരോ കൊല്ലങ്ങളാണ് ഇത്, അത് പ്രശ്നമില്ല. പ്രൈസ് ലേബർ കോറിലേഷൻ നോക്കൂ. 98.6, 96, 97.1, 94.2, 95.5, 96.5 വളരെ നന്നായിട്ട് കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. തീർന്നില്ല. ഇനി ഇത് നന്നായിട്ട് കോറിലേറ്റ് ചെയ്തു എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് വേറെ എന്ത് പ്രൂവ് ചെയ്യണം? അതർ ഇൻപുട്സ്, ക്യാപിറ്റലിന്റെ സ്വഭാവമുള്ള ഇൻപുട്സ് അല്ലെ വേറെ എന്തെങ്കിലും ഇൻപുട്സ് ഇത്രയും കോറിലേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെയും കൺഫ്യൂഷൻ ആണ് അല്ലെ. ഇതാണോ അതാണോ, രണ്ടും കോറിലേഷൻ കാണിക്കുന്നുണ്ടല്ലോ. അപ്പം പ്രശ്നം? അത് നോക്കണം. പിന്നെ ഒന്ന് ഇന്റൻസീവ് ഇൻഡസ്ട്രി എന്ന് കാണിച്ചാലും മതി. കാരണം ന്യൂ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ആരാ? ലേബർ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും റേറ്റ് ഓഫ് പ്രോഫിറ്റ് കൂടേണ്ടത് എവിടെയാ? ക്യാപിറ്റൽ ഇന്റൻസീവ് ഇൻഡസ്ട്രിയിലെ റേറ്റ് ഓഫ് പ്രോഫിറ്റ് കുറവാൻ തെളിയിച്ചാലും ഇത് തന്നെയാണ് വരിക. അപ്പൊ ഇത് വീണ്ടും ഒന്നും കൂടി നമ്മളെ മണി വാല്യൂ കോറിലേഷൻ കാണിച്ചതാണ്. ജപ്പാൻ, സ്വീഡൻ, USA, UK, ഗ്രീസ്, ഇതൊക്കെ ഓരോ ആൾക്കാർ ഈ ഡാറ്റ ചെയ്ത ആൾക്കാരാണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നല്ല കോറിലേഷൻ ആണ്. 98, 96, 97, 95, 94 ഒക്കെയാണ്. ഇനി ഇതാ അടുത്ത അതർ വാല്യൂ ബേസിസ്. വാല്യൂന്റെ ബേസിസ് കോറിലേഷൻ ഉള്ളൂ. ഫ്യൂവൽ ബേസിസ് നോക്കൂ, ഇത്രയും വളരെ മോശം കോറിലേഷൻ ആണ്. പറ്റുന്നില്ല. ഇനി തീർന്നില്ല, നമ്മൾ ഇതിൽ നിർത്തുന്നില്ല. നമുക്ക് വേറെ സാധനങ്ങൾ നോക്കാം. അയൺ വെച്ചിട്ട് നോക്കാം, അയൺ ആൻഡ് സ്റ്റീൽ നോക്കാം, ഇലക്ട്രിസിറ്റി നോക്കാം, ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ നോക്കാം, കമ്പ്യൂട്ടർ ആൻഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് നോക്കാം. ഇത് മോളത്തത് ലോഗരിതമിക് പ്ലോട്ട് ആണ്. ഇതിൽ നോക്കൂ, ഇതിൽ ഈ മറ്റേ നീല കളറാണ് നമ്മളെ ലേബർ,
അത് വളരെ ഭംഗിയായിട്ട് എന്താണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്കാറ്റർ പ്ലോട്ട് ആണ്. മറ്റതിൻ്റെതൊക്കെ ഇപ്പൊ ഈ ഇതിനകത്ത് കാണുന്ന നമ്മുടെ എന്താണ് ഈ ചുവന്ന റെക്ടാങ്കിൾ എന്ന് പറയുന്ന അയണാണ്. അതുപോലെ ട്രയാങ്കിൾ, പച്ച ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് വാട്ടർ ആണ്. ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ആൻഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആണ്. അത് കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് കിട്ടുന്നത് ലീനിയർ പ്ലോട്ട് ആയിട്ട് വരുമ്പോൾ ഇത് കുറച്ചും കൂടെ നന്നായിട്ട് ഈ ഒരു സാധനം മനസ്സിലാവും. മറ്റത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. അപ്പൊ പ്രോഫിറ്റ് റേറ്റിന്റെ സ്ഥിതി എന്താ? പ്രോഫിറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇതാ ക്യാപിറ്റൽ വേജ് റേഷ്യോ കൂടുന്നതിനനുസരിച്ച് ഇതാ പ്രോഫിറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലൈനിന്റെ അസംഷൻ എന്താ വെച്ച് കഴിഞ്ഞാല് R1ന്റെ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ റേറ്റ് സർപ്ലസ് വാല്യൂ ആണ്. R2ന്റെ ഈക്വൽ പ്രോഫിറ്റ് റേറ്റ് ആണ്. ഇത് വേറൊരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു, ട്രാൻസ്ഫോർമേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞ് മാർക്സ് ചെയ്യുന്ന ഒരു സാധനത്തില്. അത് ഞാൻ പിന്നെ ഒന്ന് പറയാൻ തോന്നുന്നു. അതായത് ഇപ്പൊ തന്നെ പറയാം. അല്ലെങ്കിൽ മാർക്സിന് അറിയാം ഈ ലേബർ തിയറി ഓഫ് വാല്യൂ ഈ പറയുന്ന പ്രൈസസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരുന്നില്ല. അപ്പൊ അത് കാണിക്കുക എന്നുള്ളത് ഒരു ആവശ്യം കൂടിയായിട്ട് മാർക്സ് കണക്കാക്കുന്നുള്ളത് കൊണ്ട് മാർക്സ് പ്രൈസസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി, ഒരു സാധനം, ഒരു കാറ്റഗറി ഈ വാല്യൂന്ന് ഡിറൈവ് ചെയ്യുകയും അതിന് ഈ പറയുന്ന എക്സ്ചേഞ്ച് വാല്യൂ ആയിട്ട് കൂടുതൽ ബന്ധമുണ്ട് എന്നൊക്കെ ഉള്ളത് പ്രൈസസുമായിട്ട് കുറച്ചുകൂടി ബന്ധമുണ്ട് എന്ന് കാണിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ട്രാൻസ്ഫോർമേഷൻ പ്രോബ്ലം എന്ന് പറയുന്ന പ്രൊസീജിയർ. അപ്പൊ അതിനകത്ത് അതിനകത്തുള്ള ഒരു അസംഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോജിക്കൽ അസംഷൻ ആണ്. റേറ്റ് ഓഫ് പ്രോഫിറ്റ് എല്ലാ സെക്ടറിലും എല്ലാ ഇന്റർ സെക്ടോറിലും റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഈക്വലൈസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതിന്റെ ലോജിക്കൽ ആർഗ്യുമെന്റ് എന്താ വെച്ച് കഴിഞ്ഞാല് അല്ലെങ്കിൽ ഇവിടുന്ന് ക്യാപിറ്റൽ അപ്പുറത്തേക്ക് ഫ്ലീ ചെയ്യുന്ന, ഇവിടെ പ്രോഫിറ്റ് കുറവാണ് അപ്പുറത്തേക്ക് ഫ്ലീ ചെയ്യുന്ന, പക്ഷെ അത് എംപിരിക്കലി ഹോൾഡ് ചെയ്യുന്നതായിട്ട് അത്ര കാണുന്നില്ല. രണ്ട് സൈഡിലേക്കുള്ള എവിഡൻസ് ആ സാധനത്തിന് പൊതുവെ കുറവാണെന്നാണ് തോന്നുന്നത്. അതൊരു റിക്കാർഡോന്റെ ഒരു സാധനം കൂടിയാണ്. അപ്പം ഇവിടെ ഈ ലൈന് വരയ്ക്കുമ്പോൾ നമ്മൾ സർപ്ലസ് വാല്യൂ മാർക്സിന്റെ രീതിയിൽ തന്നെയാണ് സാധനം പോകുന്നത്. റേറ്റ് ഓഫ് സർപ്ലസ് വാല്യൂ ഈക്വൽ ആയിട്ട് പിടിച്ചാൽ നമുക്ക് ആ സ്കാറ്റർ പ്ലോട്ട് കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും. ഒന്ന് റേറ്റ് ഓഫ് പ്രോഫിറ്റ് ആണെങ്കിൽ അതിന് അങ്ങനെ ഒരു ലൈനിന്റെ രൂപത്തിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ ക്യാപിറ്റൽ വേജ് റേഷ്യോ കൂടുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് താഴെ പോകുന്നുണ്ട്. അപ്പൊ അതില് കൺഫ്യൂഷൻ ഇല്ല. ഇനി USA ഡാറ്റ ഇതേപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അത് ഞാനോട് വിശദീകരിക്കുന്നില്ല. അപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് റേറ്റ്, വി എക്സ്പെക്ട് പ്രോഫിറ്റ് റേറ്റ്സ് ടു ഹാവ് സം റാൻഡം ഡിസ്പെർഷൻ ബട്ട് ദ ട്രാൻസ്ഫോർമേഷൻ പ്രോബ്ലം അസ്യൂം ടെൻഡൻസി ഓഫ് പ്രോഫിറ്റ് റേറ്റ്സ് ടു ഈക്വലൈസ്. A strong assumption of all transformation problem attacks is that profits are uncorrelated with capital composition. പക്ഷെ in fact reverse is the case. അപ്പം സത്യം പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞ സാധനം ഈ എംപിരിക്കൽ ഡെമോൺസ്ട്രേഷൻ കാണുന്നത്. ഇനി അടുത്ത സാധനത്തിലേക്ക് വരാം. ഇതിപ്പം 56 മിനിറ്റ് ആയി. അപ്പം ഇനിയുള്ളത് ക്യാപിറ്റലിസ്റ്റ് അക്യുമുലേഷൻ കാണിക്കണം. അപ്പൊ ക്യാപിറ്റലിസ്റ്റ് അക്യുമുലേഷൻ കാണിക്കാൻ ലോ ഓഫ് ക്യാപിറ്റലിസ്റ്റ്, സർക്യൂട്ട് ഓഫ് ക്യാപിറ്റൽ ഒന്ന് ക്യുക്കായിട്ട് പറഞ്ഞിട്ട് പോയി. ഇതുണ്ടെങ്കിലാണ് അത് നമുക്ക് പറയാനുണ്ടോ. അപ്പം ഒരു ക്യാപിറ്റലിസ്റ്റ് മണി പൈസ എടുത്തിട്ട് കമ്മോഡിറ്റി പ്രൊഡക്ഷൻ, കമ്മോഡിറ്റി ഉത്പാദിപ്പിക്കാൻ വേണ്ടി പോകുന്നു. കമ്മോഡിറ്റി ഉത്പാദിപ്പിക്കാൻ എന്ത് വേണം അയാൾക്ക്? മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. മീൻസ് ഓഫ് പ്രൊഡക്ഷനിൽ രണ്ട് സാധനങ്ങൾ ഉണ്ടാവും. നമുക്ക് ഒരു ഫിക്സ്ഡ് ക്യാപിറ്റൽ ഉണ്ടാവും, കോൺസ്റ്റന്റ് ഫിക്സ്ഡ് ക്യാപിറ്റൽ ഉണ്ടാവും, അതുപോലെ സർക്കുലേറ്റിംഗ് ക്യാപിറ്റലും ഉണ്ടാവും. അപ്പം ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മറ്റേ ഫാക്ടറി, ഇൻഫ്രാസ്ട്രക്ചർ, മെഷീൻ ഒക്കെയാണ്. സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ് ആണ്. പിന്നെ വേറൊരു സാധനം കൂടെ വേണം, വേരിയബിൾ ക്യാപിറ്റൽ. വേരിയബിൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ പവർ ആണ്, തൊഴിലാളി അതിന്റെ അധ്വാനത്തിന്റെ ശക്തിയാണ്. അത് അയാൾ പൈസ കൊടുത്ത് വാങ്ങുന്നതാണ്. അപ്പൊ ഇയാൾ എം എന്ന് പറഞ്ഞ മണി ഉപയോഗിച്ച്, എമൗണ്ട് ഓഫ് മണി ഉപയോഗിച്ച് കമ്മോഡിറ്റി പ്രൊഡക്ഷന് പോകുന്ന ആള് മീൻസ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ലേബർ പവറിന് വേണ്ടിയിട്ടും ആ പൈസ ചെലവാക്കും. എന്നിട്ട് അയാൾ ഒരു വേറെ കമ്മോഡിറ്റി അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കമ്മോഡിറ്റീസ് ഉണ്ടാക്കും. സി പ്രൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മോഡിറ്റി ഉണ്ടാക്കും. അപ്പം ഈ സി പ്രൈം എന്ത് ചെയ്യും? അയാൾ എം പ്രൈം എന്ന് പറഞ്ഞൊരു വിലക്ക് വിൽക്കും. അപ്പം ഇതാണ് ക്യാപിറ്റലിന്റെ സർക്യൂട്ട് ഓഫ് ക്യാപിറ്റൽ. ഇതിനകത്തുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എം പ്രൈം എമ്മിനേക്കാൾ കൂടണം. ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഈ കച്ചവടം അധികാരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. 2-3 പ്രാവശ്യം കൂടെ സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ പിന്നെ അയാൾ ഈ സാധനം മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഒന്നും അയാൾക്ക് വാങ്ങാൻ കഴിയില്ല, അധ്വാനം ഓർഗനൈസ് ചെയ്യാൻ കഴിയില്ല, അയാൾ ലേബർ ആയി പോവും. അങ്ങനെ സംഭവിക്കുന്നുണ്ട്, അങ്ങനെ സംഭവിക്കാണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യാപിറ്റലിസത്തിനകത്ത് ചില ടെൻഡൻസീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ബേസിക്കലി
സർക്യൂട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത പ്രശ്നം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എം പ്രൈം ഒക്കെ വരുമ്പോൾ ഈ ലാഭം എന്ന് പറയുന്ന സാധനം എവിടെ നിന്നാണ് വരുന്നത്? അപ്പൊ ഫെയർ എക്സ്ചേഞ്ച് എന്നാണ്. അതായത് ഫെയർ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്താൽ ലാഭം വരും. എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ അപ്പൊ നോക്കുമ്പോൾ എന്താണ്, ഞാൻ 10 റുപ്യക്ക് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് 10 റുപ്യക്ക് നിങ്ങൾക്ക് വിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് രണ്ടാക്കും പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല. അല്ലെങ്കിൽ ആ ടോട്ടൽ സിസ്റ്റത്തിലുള്ള പൈസ സാധനം കൂടിയിട്ടൊന്നുമില്ല. ഇനിയിപ്പോ എന്റെ അടുത്ത് ഒരു 750 റുപ്യന്റെ റേഡിയോ ഉണ്ട്, നിങ്ങളുടെ അടുത്ത് 1000 റുപ്യ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് 1000 റുപ്യക്ക് വിറ്റാല് നമ്മളെ കയ്യിലുള്ള പൈസ കൈമറിഞ്ഞു പോയി എന്നല്ലാണ്ട് ടോട്ടൽ സിസ്റ്റത്തിനകത്ത് പ്രോഫിറ്റ് ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അൺഫെയർ എക്സ്ചേഞ്ചും അല്ല. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എവിടുന്നാണ് ഈ പറയുന്ന ലാഭത്തിന്റെ ബേസ് വരുന്നത്? ആ മാർക്സ് പറയുന്നത് അധ്വാനം. മാർക്സ് ഇവിടെ ഒരു ക്രിട്ടിക്കൽ ഡിസ്റ്റിങ്ഷൻ നടത്താണ് ലേബറും ലേബർ പവറും തമ്മിൽ. മാർക്സ് പറയുന്നത് നമ്മൾ അധ്വാനം അല്ല വിൽക്കുന്നത്, അധ്വാനിക്കാനുള്ള നമ്മളുടെ കഴിവിനെയാണ് വിൽക്കുന്നത്, അല്ലെങ്കിൽ ലേബർ പവറിനെയാണ് ക്യാപിറ്റലിസ്റ്റിന് വിൽക്കുന്നത്. അപ്പൊ കമ്മോഡിറ്റി എന്ന് പറയുന്നത് അധ്വാനം അല്ല, അധ്വാന ശക്തിയാണ്. അധ്വാന ശക്തി നമ്മൾ ക്യാപിറ്റലിസ്റ്റിന് വിൽക്കുകയാണ്. ക്യാപിറ്റലിസ്റ്റിന് അധ്വാന ശക്തി നമ്മളൊരു പൈസക്ക് വിൽക്കുന്നു. അതായത് നിങ്ങൾ എനിക്ക് പൈസ തരും, ഞാൻ പണിയെടുക്കും. അപ്പൊ നിങ്ങൾ പൈസ തരുമ്പോൾ ഞാൻ അധ്വാനിക്കാനുള്ള എന്റെ കഴിവ് നിങ്ങൾക്ക് ഇത്ര സമയത്തേക്ക് ഇത്ര പൈസക്ക് വിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്റെ ലേബർ പവർ ഒരു വാല്യൂവിന് എക്സ്ചേഞ്ച് ചെയ്യാണ് നിങ്ങളുടെ അടുത്ത്. അപ്പം മാർക്സിന്റെ വാല്യൂ, ആ വാല്യൂ മാർക്സിന്റെ തിയറി അനുസരിച്ച് എന്തായിരിക്കും? ലേബർ പവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ലേബർ പവർ, അതായത് എനിക്ക് വേണ്ട ലേബർ പവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോഷ്യലി നെസസറി അബ്സ്ട്രാക്ട് ലേബർ ടൈം എത്ര ചെലവായി എന്നുള്ളതാണ് ആ എക്സ്ചേഞ്ച് വാല്യൂവിനെ തീരുമാനിക്കുന്നത്. അപ്പൊ എനിക്ക് അധ്വാനിക്കാനുള്ള ശക്തി ഉണ്ടാവാൻ വേണ്ടി ശാരീരികമായും മാനസികമായും സാമൂഹ്യമായും ഉള്ള ആ അധ്വാന ശേഷി ഉണ്ടാവാൻ വേണ്ടി ഞാൻ കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ട സോഷ്യലി നെസസറി അബ്സ്ട്രാക്ട് ലേബർ ടൈം ആണ് അത് തീരുമാനിക്കുന്നത്. ഓക്കെ, അതാണ് ലേബർ പവറിന്റെ വാല്യൂ തീരുമാനിക്കുന്നത്, അതാണ്. അപ്പൊ അത് ഇത് ഇൻഡിവിജ്വൽ ലെവലിലല്ലേ, ഞാൻ ഒരുപാട് തിന്നുന്നു പറഞ്ഞാൽ മാർക്സിന്റെ ഈ സാധനം വർക്ക് ആവറേജ് ലെവലാണ്. ഒരു ആവറേജ് തൊഴിലാളിക്ക് ഈ പറഞ്ഞ രീതിയിൽ അയാളെ റിപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട സാധനങ്ങളും സേവനങ്ങളും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇത് ആലോചിക്കാൻ സിമ്പിൾ ആണെന്ന് വെച്ചാൽ നമ്മൾ ഇൻഫ്ലേഷൻ വരുമ്പോൾ നമുക്ക് ക്ഷാമബത്ത് കിട്ടും. നമ്മൾ അധ്വാനം കൂടിയിട്ടൊന്നല്ലല്ലോ, ക്ഷാമബത്ത് കിട്ടുമ്പോൾ നമ്മൾ അധ്വാനം കൂടിയിട്ടൊന്നല്ല, പക്ഷെ നമ്മളെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലേബർ പവറിനാണ് പൈസ കിട്ടുന്നത്. അപ്പൊ ലേബർ പവറിന് അത് ഫെയർ ആയിട്ട്, അതൊരു അൺഫെയർ ആയിട്ട് വേണമെങ്കിൽ സംഭവിക്കാം ചിലപ്പോഴൊക്കെ. പക്ഷെ മാർക്സിന്റെ തിയറി പ്രകാരം അത് സ്വാഭാവികമായിട്ടും ആ ബാലൻസ് വരുന്നത് നമ്മളെ അതിന്റെ വാല്യൂവിനനുസരിച്ച് തന്നെയാണ് ലേബർ പവർ എന്ത് ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പൊ ഇവിടെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലേബർ പവർ പക്ഷെ എന്ത് ചെയ്യും, ലേബർ പവറിന്റെ ഒരു പ്രത്യേകത, അത് ലേബർ പവർ വാങ്ങാൻ വേണ്ടി ക്യാപിറ്റലിസ്റ്റ് ചെലവാക്കിയ വാല്യൂവിനേക്കാളും കൂടുതൽ എന്തിനെടുക്കും, കൂടുതൽ ലേബർ അല്ലെങ്കിൽ വാല്യൂ ആ ലേബർ പവർ കൊണ്ടുള്ള അധ്വാനം ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ 5 മണിക്കൂർ പണിയെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 500 റുപ്യ തന്നാൽ ഞാൻ 3 മണിക്കൂർ പണിയെടുക്കുമ്പോൾ തന്നെ 500 റുപ്യന്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ബാക്കി 2 മണിക്കൂറിന്റെ പണി എന്ന് പറയുന്ന സാധനമാണ് സർപ്ലസ് വാല്യൂ, അല്ലെങ്കിൽ ഞാൻ അഡീഷണൽ ആയിട്ട് സർപ്ലസ് വർക്കാണ്, ആ വർക്കാണ് ക്യാപിറ്റൽസിനകത്ത് പുതിയ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ സർപ്ലസ് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് ക്യാപിറ്റൽസിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അല്ലെങ്കിൽ ക്യാപിറ്റലിസം ഈ രൂപത്തിൽ റൺ ചെയ്യാൻ പറ്റൂല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സർപ്ലസ് ഉണ്ടാക്കാണ്ടാണ് പോകുന്നെങ്കിൽ ഇയാൾക്ക് സി പ്രൈമിനകത്ത് കൂടുതൽ എം പ്രൈം കിട്ടൂല. അപ്പൊ എന്താ വെച്ചാൽ അയാൾ അവസാനം ആ പ്രൊഡക്ഷൻ നിന്നു. അപ്പൊ ക്യാപിറ്റലിസം സർവൈവ് ചെയ്യണമെങ്കിൽ ഈ സർപ്ലസ് വാല്യൂ വേണം. അതിന്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സർപ്ലസ്, ഈ പറയുന്ന എന്താണ്, നമ്മള് അതുകൊണ്ട് തന്നെ നമ്മൾ അബോളിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പൊ ഒരു ചേഞ്ചിന്റെ ഭാഗമായിട്ട് വരുന്നത് നമ്മൾ വേജ് കൂട്ടിക്കിട്ടുക എന്നുള്ളതല്ല, അത് വേറെ ഡിമാൻഡാണ്, അത് വേറെ തരത്തിലുള്ള ഡിമാൻഡാണ്. ഇതിന്റെ ടോട്ടൽ പ്രോജക്റ്റിനകത്ത് വരുന്നത് വേജ് ലേബർ അബോളിഷ് ചെയ്യാനാണ്. കാരണം വേജ് ലേബറിനകത്ത് എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ സർപ്ലസ് വാല്യൂന്റെ ക്രിയേഷനും, ആ ക്രിയേറ്റ് ചെയ്ത സർപ്ലസ് വാല്യൂ എനിക്ക് കിട്ടൂല, ആ ക്രിയേറ്റ് ചെയ്ത സർപ്ലസ് വാല്യൂ ക്യാപിറ്റലിസ്റ്റ് അപ്രോപ്രിയേറ്റ് ചെയ്യും. അപ്പൊ ഈ വേജ് ലേബറിനകത്ത് ക്യാപിറ്റൽസിനകത്ത് ഈ സാധനം ഇംപ്ലിസിറ്റ് ആണ്. അപ്പൊ അതാണ് അടുത്തൊരു പോയിന്റ്. ഇനി അപ്പൊ അത് ഇത്രയും പറഞ്ഞിട്ട് സർക്യൂട്ട് ഓഫ് ക്യാപിറ്റൽ നമ്മൾ പതുക്കെ ചാടാണ്. അപ്പൊ സർപ്ലസ് വാല്യൂവിനെ പറ്റിയിട്ട് 2 കാര്യങ്ങളൊന്ന് വളരെ ബ്രീഫായിട്ട് പറയാം. അതായത് 2 മോഡ്സ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട് സർപ്ലസ് വാല്യൂയിൽ. ഒന്ന് അബ്സല്യൂട്ട് സർപ്ലസ് വാല്യൂ. ഇപ്പൊ ഞാൻ നേരത്തെ ഒന്നാമത്തെ ചിത്രത്തിൽ ലെങ്തൻ ഓഫ് ദ വർക്കിംഗ് ഡേ കണ്ടു. അതായത് ഇനിയിപ്പോ 5 മണിക്കൂർ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 500 റുപ്യ തന്നു. അപ്പൊ ഞാൻ സാധാരണഗതിയിൽ 5 മണിക്കൂർ പണിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സർപ്ലസ് വാല്യൂ കിട്ടും. പിന്നെ നിങ്ങൾക്ക് അത് കൂട്ടാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് 6, 7, 8 മണിക്കൂർ പണിയെടുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് എങ്ങനെയാ ചെയ്യാം, അത് കൊയേഴ്സ് ചെയ്തിട്ട് ചെയ്യാം, പല രീതിയിലും ചെയ്യാം.
അപ്പൊ അത് തുടക്കത്തിൽ ക്യാപിറ്റലിസത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെ വർക്കിംഗ് ഡേനെ ലെങ്തൻ ചെയ്തിട്ടാണ് ആദ്യ കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് അത് ശരിക്കും ക്യാപിറ്റലിസ്റ്റ് ഫോമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന എക്സ്പ്ലോയിറ്റേഷൻ നടന്നിട്ട്, അതാണ് അബ്സല്യൂട്ട് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ദിവസത്തിൽ 24 മണിക്കൂറുള്ളൂ. പിന്നെ ഇപ്പൊ സ്ഥിരമായിട്ട് തൊഴിലാളികളെ കൊണ്ടൊന്നും കണ്ടമാനം പണിയെടുപ്പിക്കാൻ പറ്റില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. ലീഗൽ ലിമിറ്റ്സ് ഉണ്ടാവും, മോറൽ ലിമിറ്റ്സ് ഉണ്ടാവും. പിന്നീട് വരാൻ പോകുന്ന എന്താ, റിലേറ്റീവ് സർപ്ലസ് വാല്യൂ ആണ്. ഇതാണ് ക്യാപിറ്റലിസത്തിന്റെ ക്രക്സ് എന്ന് പറയുന്നത്. റിലേറ്റീവ് സർപ്ലസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഞാനൊരു പൊറാട്ട അടിക്കുന്ന ആളാണ്, പൊറാട്ട മാസ്റ്റർ ആണെന്ന് വിചാരിക്കും. അപ്പൊ എനിക്ക് ഒരു 500 റുപ്യ തന്നു കഴിഞ്ഞാല് ഞാൻ 3 മണിക്കൂർ കൊണ്ട് ഒരു 200 പൊറാട്ട അടിക്കും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തന്ന എന്റെ ലേബർ വാങ്ങിയ പൈസ മുതലാളിക്ക് ലാഭമായിട്ടുണ്ട്, അവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ 2 മണിക്കൂറും കൂടെ ഞാൻ ബാക്കി പൊറാട്ട അടിക്കുന്നതോടെ അവിടെ സർപ്ലസ് ആയിട്ട് കിട്ടും. ഇതേ സമയം ഇപ്പൊ ഈ ചപ്പാത്തി കമ്പനി എല്ലാം വരുമ്പോൾ പൊറാട്ട മെഷീൻ വന്നാൽ എന്ത് സംഭവിക്കും? ഞാൻ 1/2 മണിക്കൂർ കൊണ്ട് 3 മണിക്കൂർ കൊണ്ട് 200 എണ്ണം ഉണ്ടാക്കിയ ചിലപ്പോൾ ഞാൻ തന്നെ വേണമെന്നില്ല, ഞാൻ പൊറാട്ട മാസ്റ്റർ ആയതുകൊണ്ട്, ഞാൻ കോസ്റ്റ്ലി ആയതുകൊണ്ട്, ഒരു അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരാളായാലും ഈ മെഷീൻ പ്രവർത്തിക്കാൻ പറ്റാതെ അയാള് 1/2 മണിക്കൂർ കൊണ്ട് ചിലപ്പോ 1000 പൊറാട്ട ഉണ്ടാക്കും. അപ്പൊ എന്താ സംഭവിക്കാം? അയാളെ ലേബർ പവർ വാങ്ങിയത് എത്ര രൂപയ്ക്കായിരിക്കും? ഇപ്പൊ നേരത്തെ അതേ പൈസ എടുക്കുകയാണെങ്കിൽ 300 രൂപയ്ക്ക് പണിയെടുത്തു കഴിഞ്ഞാല് എന്താണ്, ലേബർ പവറിന്റെ പരിപാടി തീർന്നു. പക്ഷെ ആ സമയം കൊണ്ട് 300 പൊറാട്ട ഉണ്ടാക്കിയാൽ നമുക്ക് ലേബർ പവർ വാങ്ങിയ പൈസക്കുള്ള അധ്വാനം നമ്മൾ ചെയ്തു. പക്ഷെ അതിനേക്കാളും കുറഞ്ഞ സമയം കൊണ്ട്, അതായത് പ്രൊഡക്ടിവിറ്റി കൂടി കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നെസസറി ലേബർ ടൈം, അതായത് ലേബർ പവർ വാങ്ങിയ തുകക്ക് കറസ്പോണ്ടിങ് ആയി അവിടെ അത് വിശദമായി ഡിസ്കസ് ചെയ്യാനുള്ള സംഗതികളുണ്ട്, പക്ഷെ ഇവിടെ ആവശ്യമില്ല. അപ്പൊ ഇതിനകത്ത് ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, തെളിച്ചം കുറവാണ്. ഈ ഒരു ഫോർമുലകളൊക്കെ ഒന്ന് മനസ്സിൽ ജസ്റ്റ് ഉണ്ടായിക്കോട്ടെ. ഒന്ന് സി കോൺസ്റ്റന്റ് ക്യാപിറ്റൽ എന്ന് പറയും. സി എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റേ മെഷീനും കാര്യങ്ങളും, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സാധനം. വി വാരിയബിൾ ക്യാപിറ്റൽ ആണ്. എസ് സർപ്ലസ് വാല്യൂ ആണ്. പിന്നെ ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനം ഉണ്ട്. അതായത് സി ബൈ വി, കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ബൈ വാരിയബിൾ ക്യാപിറ്റലിനാണ് നമ്മൾ ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. എസ് ബൈ വി എന്ന് പറഞ്ഞൊരു സാധനം. എസ് ബൈ വി എന്ന് പറഞ്ഞാൽ എന്താ, സർപ്ലസ് വാല്യൂ ബൈ വാരിയബിൾ ക്യാപിറ്റൽ. അതായത് ലേബറിന്റെ പൈസ, നമ്മളിപ്പോ ഇത്രയും ലേബർ ചെയ്തിട്ട് നമ്മൾ ഇത്രയും അഡീഷണൽ സർപ്ലസ് വാല്യൂ ഉണ്ടാക്കി. അപ്പൊ അതിന്റെ റേറ്റ് ആണ് എസ് ബൈ വി എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് സർപ്ലസ് വാല്യൂ. ഇത് തന്നെയാണ് റേറ്റ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളെടുത്ത് ഇത്ര അധികം അഡീഷണൽ ഒരു കൊണ്ടുപോയി. പിന്നെ റേറ്റ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ അഡ്വാൻസ് ചെയ്ത ക്യാപിറ്റൽ, അതായത് ക്യാപിറ്റലിസ്റ്റ് ടോട്ടൽ അഡ്വാൻസ് ചെയ്ത ക്യാപിറ്റൽ എത്രയാ? കോൺസ്റ്റന്റ് ക്യാപിറ്റൽ പ്ലസ് വാരിയബിൾ ക്യാപിറ്റൽ, സി പ്ലസ് വി. അതിന്റെ മുകളിൽ അയാൾക്ക് എത്ര സർപ്ലസ് കിട്ടിയെന്നുള്ള. അപ്പൊ എസ് ബൈ സി പ്ലസ് വി. ഈ ഫോർമുലാസ് ഒക്കെ നമുക്ക് അടുത്തേക്ക് ആവശ്യമുണ്ട്. അപ്പൊ റിലേറ്റീവ് സർപ്ലസ് വാല്യൂ കൂടുന്നു എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഇത് US ഡാറ്റയാണ്. ഇത് പോൾ കോക്സോട്ടിന്റെ തന്നെ ഡാറ്റയാണ്. ഇത് 1940 ഇതാ മേലോട്ട് പോകുമ്പോൾ മുകളിലത്തെ സാധനം ഔട്ട്പുട്ട് പെർ അവർ ആണ്. ഒരു മണിക്കൂറിലെ ഔട്ട്പുട്ട് ഭയങ്കരമായിട്ട് പോയി. അതേസമയം ഒരു മണിക്കൂറിലെ പൈസ, റിയൽ അവേർലി കോമ്പൻസേഷൻ, വേജ് റേറ്റ് കാര്യമായിട്ടൊന്നും ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇത് ശരിക്കും വേറെ രീതിയിൽ നോക്കുകയാണെങ്കിൽ റിയൽ ഇൻകം എന്ന് പറയുന്ന സാധനം ഇത്രയും കാലത്തിനിടയ്ക്ക് വളരെ ചെറിയ രീതിയിലെ വ്യത്യാസം വന്നിട്ടുള്ളൂ. ഭയങ്കര ഹ്യൂജ് പ്രൊഡക്ടിവിറ്റി ഉണ്ടായിട്ട്. അപ്പൊ ആ റിലേറ്റീവ് സർപ്ലസ് വാല്യൂവിന്റെ സങ്കല്പത്തിന് എംപിരിക്കൽ എവിഡൻസ് ഇഷ്ടം പോലെ കിട്ടും. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അല്ലെങ്കിലും. അപ്പൊ ഇനി നമ്മൾ ലോ ഓഫ് അക്യുമുലേഷനകത്തേക്ക് വരികയാണ്. അപ്പൊ ഇത് പറയണമെങ്കിൽ ഇതാണ് അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്. അത് പറയാൻ ഞാനൊന്ന് ക്വിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പം ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഹെൻറി ഫോർഡ് ഒരു കാർ ഉണ്ടാക്കുന്നു. ഹെൻറി ഫോർഡ് കാറുകൾ ഉണ്ടാക്കുന്നു. അപ്പൊ അമേരിക്കയിൽ ചെതറി കിടക്കുന്ന മറ്റു പലരുടെയും കാർ മാനുഫാക്ചറിങ് പ്ലാന്റിലും കാർ ഉണ്ടാക്കുന്നുണ്ട്. ഇവർ 2 കൂട്ടം ലേബർ ഉപയോഗിക്കുന്നുണ്ട്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, സർപ്ലസ് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കാർ വിൽക്കും, ലാഭം കിട്ടും, കിട്ടുന്ന ലാഭം വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഈ പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫോർഡ് ആലോചിക്കുന്ന രീതിയിൽ ഇതെങ്ങനെ പരമാവധി ലാഭം ഉണ്ടാക്കാന്ന് ആലോചിച്ചാൽ അയാൾ ആലോചിക്കാം, $1 വിലയുള്ള ലേബർ പവർ കൊണ്ട് മാക്സിമം പ്രൊഡക്ടിവിറ്റി, $1 വിലയുള്ള ലേബർ പവർ കൊണ്ട് ഒരു ദിവസം കൊണ്ട് 5 കാർ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, ഒരു കൊല്ലം മുന്നേ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്നിപ്പോ അതെങ്ങനെയാണ് 10 കാറാക്കാം എന്നുള്ളതായിരിക്കും അയാൾ അന്വേഷിക്കാം. അപ്പൊ $1 വിലയുള്ള ലേബർ പവർ കൊണ്ട് മാക്സിമം പ്രൊഡക്ടിവിറ്റി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മളെ ഫോർഡിന്റെ ആവശ്യം. അപ്പൊ അതിനെന്താ ചെയ്യാം? $1 പവറിനെ കൊണ്ട് $1 ലേബർ പവർ കൊണ്ട് പരമാവധി പണിയെടുക്കണം. അതാണ് നമ്മളെ നേരത്തെ അബ്സല്യൂട്ട് വർക്കിംഗ് സർപ്ലസ് വാല്യൂ ഉണ്ടാക്കുന്നുണ്ട്, വർക്കിംഗ് ഡേ ഒക്കെ കൂട്ടിയിട്ട്. അത് പക്ഷെ അധികം നടക്കില്ല. വേറെ പണി എന്ന് പറയുന്നത് വർക്ക് ഫ്ലോനെ ഏറ്റവും നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് മാക്സിമം എഫിഷ്യന്റ് ആക്കുക. അങ്ങനത്തെ സംഭവങ്ങൾ അന്ന് നടക്കുന്നുണ്ട്. ടൈലറിസം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എർഗോണമിക് ആയിട്ടുള്ള വർക്ക്
ഡിസൈൻ എന്നൊക്കെ പറയുന്ന സാധനം, അതൊരു സ്കൂള്. പിന്നെ ഫോർഡ് തന്നെ ഉൽപാദനത്തിൽ നമ്മൾ ഫോർഡിസ്റ്റ് മോഡൽ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന മാറ്റം, അതെന്താണ്? സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാക്കി. നത്തിങ് ഈസ് ഹാൻഡ് മെയ്ഡ്, എവറിഥിങ് ഈസ് മെയ്ഡ് ത്രൂ മെഷീൻസ് ആസ് മോൾഡ്സ് ബൈ അൺസ്കിൽഡ് വർക്കർ. അപ്പൊ ലേബറിന്റെയും പൈസ കുറവാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് സാധനം എംപ്ലോയ്മെന്റ് ഓഫ് അസംബ്ലി ലൈൻസ് ഉപയോഗിച്ചിട്ട് ഈ സാധനം എന്താണ്, ഇതിന്റെ ഈ ഉണ്ടാക്കിയ സാധനങ്ങൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ലേബറിനെ ഉപയോഗിക്കാം. അപ്പം ഇതിനകത്ത് അപ്പൊ എന്താ സംഭവിക്കാം? പ്രോഡക്ടിവിറ്റി നന്നായിട്ട് കൂടും. നിങ്ങൾ മുമ്പ് കുറെ അധികം സമയവും ധാരാളം തൊഴിലാളികളും വേണ്ട സമയത്ത് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാറുകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ വേറെ കാര്യമുള്ളത്, ഞാൻ വീണ്ടും ഒന്ന് നമ്മൾ സർക്യൂട്ട് ഓഫ് ക്യാപിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ, സർക്യൂട്ട് ഓഫ് ക്യാപിറ്റലിന്റെ ബേസിക് ഫോർമുല എന്ന് പറഞ്ഞാൽ എം ചെലവാക്കി കമ്മോഡിറ്റി ഉണ്ടാക്കി എം പ്രൈം കിട്ടും. എം പ്രൈം എന്ന് പറയുന്ന അത് മണി, രണ്ടാമതുള്ള മണി എമ്മിനേക്കാൾ കൂടുതലാണെങ്കിൽ ക്യാപിറ്റൽസിന് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ സർപ്ലസ് വാല്യൂ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഓക്കെയാണ്, അത് എല്ലാവരും ഉണ്ടാക്കും. കാരണം ലേബർ എംപ്ലോയ് ചെയ്ത സർപ്ലസ് വാല്യൂ ഉണ്ടാവും. സർപ്ലസ് വാല്യൂ ഏത് കമ്പനിക്കാരനും ഉണ്ടാവും. പക്ഷെ സർപ്ലസ് വാല്യൂ ഉണ്ടായാൽ അത് പ്രൊഡക്ഷനിലാണ് ഉണ്ടാവുന്നത്. പക്ഷെ സർപ്ലസ് വാല്യൂ റിയലൈസ് ചെയ്യണമെങ്കിൽ എക്സ്ചേഞ്ച് വേണം. അപ്പൊ സർപ്ലസ് വാല്യൂ ഉണ്ടാക്കിയിട്ടതുകൊണ്ട് ക്യാപിറ്റലിസം, അപ്പൊ നല്ല പ്രൊഡക്ടിവിറ്റി ഉള്ള ആള്, ഇപ്പൊ ഫോർഡിന് ഭയങ്കര പ്രൊഡക്ടിവിറ്റിയാണ്. ഫോർഡ് എന്ത് ചെയ്യും? കുറച്ച് സമയം കൊണ്ട് അയാൾ കുറെ കാർ ഉൽപ്പാദിപ്പിക്കും. അപ്പൊ അയാളെ കാറിന് $X വിലയുള്ളൂ. വേറെ കമ്പനി അവർ ഉപയോഗിക്കുന്ന ടെക്നോളജി, ലേബർ ഓർഗനൈസേഷനും വർക്ക് ഫ്ലോ മാനേജ്മെന്റും എല്ലാം നോക്കുമ്പോൾ ഒരു കാറിന് 5X വരും. രണ്ടും ഒരേ മോഡൽ കാറാണെന്ന് വിചാരിക്കാം. അപ്പൊ ഫോർഡിന്റെ കാറാണ് എല്ലാവരും വാങ്ങുക. അല്ലാണ്ട് 5X കൊടുത്തിട്ട് മറ്റവന്റെ കാർ വാങ്ങൂല. അവന് സർപ്ലസ് വാല്യൂ റിലൈസ് ചെയ്യാൻ പറ്റൂല. അവൻ ഈ മേഖലയിൽ നിന്ന് ഔട്ടാവും. ഇതാണ് ക്യാപിറ്റലിസ്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സാധനം. ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി ഇതൊരു എൻഫോഴ്സ്ഡ് ബിഹേവിയർ. ഒരു ആള് സ്വന്തം വേണോ വേണ്ടോ എന്ന് വിചാരിച്ചാൽ നടക്കൂല. ഇത് ക്യാപിറ്റൽസിനകത്ത് നടക്കുന്ന ഒരു സാധനമാണ്. ഇത് ക്യാപിറ്റൽസിന്റെ സ്പോണ്ടേനിയസ് ടെൻഡൻസി അങ്ങനെയാണ്. അപ്പം ഈ സംഗതി, ഈ ഒരു കോമ്പറ്റീഷൻ, അതായത് ഉൽപാദനക്ഷമത കൂട്ടുക എന്നുള്ളതാണ് ഈ കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരേ ഒരു വഴി. ഇത് ക്യാപിറ്റൽസിനകത്ത് ഒരു ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യും. എന്താണ്? മീൻസ് ഓഫ് പ്രൊഡക്ഷനിൽ കൂടുതൽ നല്ല മെഷീൻ, കൂടുതൽ നല്ല ഇന്നോവേഷൻ, കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാം. മനുഷ്യന്മാരുടെ അടുത്ത് ഇത്രയല്ലേ പറ്റുള്ളൂ. അപ്പൊ കൂടുതൽ മീൻസ് ഓഫ് പ്രൊഡക്ഷനിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ടെൻഡൻസിന്റെ കോൺസിക്വൻസ് ആണ് സത്യം പറഞ്ഞാൽ മാർക്സിന്റെ ലോ ഓഫ് അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: റേഷ്യോ ഓഫ് ദി വാല്യൂ ഓഫ് ദി മീൻസ് ഓഫ് പ്രൊഡക്ഷൻ കമ്പയർഡ് ടു ദി വാല്യൂ ഓഫ് ദ ലേബർ പവർ എംപ്ലോയിഡ് വുഡ് ടെൻഡ് ടു റൈസ്. ഒന്നുമില്ല, കോൺസ്റ്റന്റ് ക്യാപിറ്റലിന്റെ വാല്യൂ ഒരു റേഷ്യോ എന്താണ്? കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ബൈ വാരിയബിൾ ക്യാപിറ്റൽ, C/V എന്ന് പറയുന്ന റേഷ്യോ. ഈ റേഷ്യോനെ മാർക്സ് ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ OCC എന്ന് വിളിക്കും. OCC ദാറ്റ് ഈസ് ഈക്വൽ ടു C/V ടെൻഡ്സ് ടു റൈസ് ഇൻ എ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. അപ്പം ഇപ്പോഴത്തെ കോർ കൺട്രീസിൽ കറണ്ട് OCC 40:1 ആണ് എന്നുള്ളത് എംപിരിക്കലി എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഒരു എംപിരിക്കൽ ഡാറ്റ നോക്കാന്നുള്ളതാണ്. ഇതിലൊന്നുമില്ല, ഹൈലൈറ്റ് ചെയ്ത സാധനമുള്ളൂ. അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നെയാണ്. ടുഡേ ഇൻ കോർ കൺട്രീസ് ദ CC/VC റേഷ്യോ ഇസ് നിയർ ടു 40:1. ഈ സാധനത്തിന്റെ ഈ സംഗതി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് എസ്ബാൻ എസ്ക്വിൽ മെയ്റ്റോ എന്ന് പറയുന്ന ഒരു അർജന്റീനൻ സ്കോളർ ഈ ഒരു ആർട്ടിക്കിൾ ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, ക്യാപിറ്റൽ, ടേൺ ഓവർ ആൻഡ് പ്രോഫിറ്റബിലിറ്റി ലെവൽസ്. മാർക്സിയം പൊളിറ്റിക്കൽ എക്കണോമിയിൽ ഭയങ്കരമായിട്ട് എംപിരിക്കൽ മെത്തേഡ് ഏറ്റവും നന്നായിട്ട് ഇപ്പൊ ധാരാളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കോളറാണ് മെയ്റ്റോ. അപ്പൊ ഈ സാധനം നമുക്ക് ഇംഗ്ലീഷ് ഞാൻ കണ്ടില്ല, പക്ഷെ നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് മെയ്റ്റോ ഈ പറയുന്ന കോമ്പോസിഷൻ ഓഫ് ഡിഫറെന്റ് ക്യാപിറ്റൽസ് നോക്കാണ്. അപ്പൊ ഇത് ജപ്പാനാണ്, ചിലിയാണ്. പൈസ ബാജോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെതർലാൻഡ്സ് ആണ്, ഇത് യൂറോ ആണ്. അപ്പൊ ഇതില് CV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പോസിഷൻ ഓഫ് ഇതാണ്, വാരിയബിൾ ക്യാപിറ്റൽ ആണ്. ഇത് കോൺസ്റ്റന്റ് സർക്കുലേറ്റിംഗ് ക്യാപിറ്റലിന്റെ കോമ്പോസിഷൻ ആണ്. ഇത് കോൺസ്റ്റന്റ് ഫിക്സഡ് ക്യാപിറ്റലിന്റെ കോമ്പോസിഷൻ ആണ്. അപ്പൊ അത് എല്ലാം ഒന്നും നോക്കണ്ട, നമുക്ക് ഈ നല്ല കടുപ്പത്തിലുള്ള നിറമുള്ളത് നോക്കിയാൽ മതി. CCF എന്ന് പറയുന്നത് കോമ്പോസിഷൻ ഓഫ് കോൺസ്റ്റന്റ് ഫിക്സഡ് ക്യാപിറ്റൽ. അതാണ് ഈ മെഷീനും സാധനമൊക്കെ. നമ്മളെ C/V പ്രധാനമായിട്ട് അതാണ് വരിക. അത് നോക്കുക, അത് എല്ലാ സ്ഥലത്തും കൂടി വരുന്നുണ്ട്. ചിലി അത് വലിയ അടിയിൽ ചെറുതായിട്ട് തന്നെ കൂടി വരുന്നുണ്ട്. യൂറോപ്യൻ ഇതിലും യൂണിയനിലും നോക്കുമ്പോൾ അതിങ്ങനെയാണ് വെച്ചാൽ വാല്യൂ കോമ്പോസിഷൻ, അതായത് കൂടി വരാന്ന് പറയുന്നത് 55 തൊട്ട് 2005 വരെ ഉള്ള സമയത്താണ്. 1955 തൊട്ട് 2005 വരെയുള്ള സമയത്താണ്. ഇനി ഇത് ഈ സ്ലൈഡ്, ഇത് ഫോണ് കാണുമ്പോൾ ഈ സ്ലൈഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്ര ശരിക്കും കാണില്ല. അപ്പൊ ഒന്ന് ഫോണ് വിലങ്ങനെ വെച്ചാൽ
ശരിക്കും കാണും. ഇതിനകത്ത് രണ്ട് ഭാഗം നോക്കാനുള്ളൂ, അല്ല ഒരു ഭാഗം പ്രത്യേകിച്ച് നോക്കാനുള്ളൂ. അതിന്റെ ലാസ്റ്റ് ഭാഗം എന്താണ്, കോമ്പോസിഷൻ ഡി വാലർ ഡി ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റേ എന്താണ് ക്യാപിറ്റലിന്റെ വാല്യൂ കോമ്പോസിഷൻ ആണ്, ബേസിക്കലി ഓർഗാനിക് കോമ്പോസിഷൻ ആണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇത് ജപ്പാനിലെ ഡാറ്റയാണ്. 61 ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ 12.9 97 ആകുമ്പോഴേക്ക് ഇത് 28.4 28.5 ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് സൈഡിലേക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ ഇത് കാണും. ഇനി ഇതാ EU രാഷ്ട്രങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് 19.3 ആയിരുന്നു OCC 1960, 2009 35.1 പൈസസ് ബാച്ചസ് എന്ന് പറഞ്ഞാൽ നെതർലാൻഡ്സിൽ 1964 18 ആയിരുന്നു, ഇപ്പൊ 44.7 അപ്പൊ ഇതാണ്. അപ്പൊ OCC ടെൻസ് ടു റൈസ് എന്നുള്ള സാധനം വളരെ നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മെയ്റ്റോന്റെ ഈ കണക്കുകളിൽ എവിഡന്റ് ആണ്. ഇതിന്റെ കൂടെ ഈ OCC കൂടുമ്പോൾ, അതായത് കോൺസ്റ്റന്റ് ക്യാപിറ്റൽ കൂടുമ്പോൾ അത് വേറെ കുറെ ടെൻഡൻസീസ് ഉണ്ടാക്കും. ഒന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ജോലി പോകും, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും. അപ്പൊ അൺഎംപ്ലോയ്മെന്റിന്റെ ഡാറ്റ എടുത്താൽ ഇത് വേണമെങ്കിൽ ഇൻഫറൻഷ്യൽ ആയിട്ട് ഇതിനെ എംപിരിക്കലി സപ്പോർട്ട് ചെയ്യാം. ഒന്ന്, അത് ബുദ്ധിമുട്ടില്ല. അവിടെയാണ് മാസ്റ്റർ ഇൻഡസ്ട്രിയൽ റിസർവ് ലേബർ ആർമി ഓഫ് ലേബർ എന്നൊക്കെ പറയുന്ന സങ്കല്പം വരുന്നത്. പിന്നെ മറ്റേ സൈഡിൽ എന്ത് ചെയ്യും, ഇൻഇക്വാളിറ്റി ഭയങ്കരമായിട്ട് കൂടും. ഒരു സ്ഥലത്ത് സമ്പത്ത് കുന്നുകൂടും, മറ്റേ സ്ഥലത്ത് എന്താണ് ഇമ്മിസറൈസേഷൻ അക്യുമുലേറ്റ് ചെയ്യും. ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കത്തെ ഡാറ്റയാണ്. നോക്കൂ, 1970 2020 പോകുമ്പോൾ ബോട്ടം ലൈനിലുള്ള ബോട്ടം 50% ആൾക്കാർക്ക് മൊത്തം വാല്യൂവിന്റെ 20% 70 60 സമയത്ത് കിട്ടിയിരുന്നത് ഇപ്പൊ എന്തായി 10%. അപ്പൊ ജനറൽ ഓഫ് ക്യാപിറ്റലിസ്റ്റ് അക്കമുലേഷൻ എന്ന് നമുക്ക് വെറുതെ പൊതുവെ പറയാം. അപ്പം മറ്റത് പ്രിസൈസ് ആയിട്ട് ഹോൾഡ് ചെയ്തു, അതിന്റെ ഇൻഫറൻസസും ഹോൾഡ് ചെയ്യും. ഇനി മൂന്നാമത്തെ സാധനമാണ്, ഒരു 5 മിനിറ്റിനുള്ള നിർത്തെ, മാർക്സ് തിയറി ഓഫ് ക്രൈസിസ് എന്നുള്ളതിനേക്കാളും അതിന്റെ അടുത്ത വരി വായിക്കും, ദ ലോ ഓഫ് ടെൻഡൻസി ഓഫ് ദ റേറ്റ് ഓഫ് പ്രോഫിറ്റ് വാൾ. അപ്പം റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഫാൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്ന് പറയുന്ന ലോ ആണ് ഇത്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ മാത്തമെറ്റിക്കലി നോക്കുക. റേറ്റ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? റേറ്റ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ടോട്ടൽ അഡ്വാൻസ്ഡ് ക്യാപിറ്റൽ, അതിനകത്ത് എത്ര സർപ്ലസ് വാല്യൂ കിട്ടി എന്നുള്ളതാണ്. ടോട്ടൽ അഡ്വാൻസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ C+V ആണ്. അപ്പം അതിന്റെ റേറ്റ് ഓഫ് പ്രോഫിറ്റ് എന്തായിരിക്കും? S/C+V ആയിരിക്കും. ഇവിടെ നമ്മൾ ചെറിയൊരു മാത്തമെറ്റിക്കൽ ട്രിക്ക് ചെയ്യാണ്, എളുപ്പമാണ്, ഒന്നുമില്ല. ഇതിൽ അംശത്തിനെയും ഛേദത്തിനെയും, അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ നമ്മളെ വാരിയബിൾ ക്യാപിറ്റൽ കൊണ്ടൊന്ന് ഹരിക്കും. അപ്പൊ മുകളിൽ S എന്നുള്ളിടത്ത് S/V എന്നാവും, താഴെ C+V എന്നുള്ളിടത്ത് C+V/V എന്നാവും. അപ്പൊ S/V അങ്ങനെ തന്നെ S/V എന്ന് പറയുന്നത് അങ്ങനെ തന്നെ കടക്കും. C+V/V എന്നുള്ളത് C/V+1 V/V 1 ആണല്ലോ. അപ്പൊ അങ്ങനെ ആകുമ്പോഴുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ നേരത്തെ പറഞ്ഞ കാറ്റഗറീസിന്റെ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അതായത് നമ്മൾ നേരത്തെ ചില ടെൻഡൻസീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ കൂടും. അപ്പൊ എന്താ C/V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ എന്താണ് ടെൻസ് ടു റൈസ് എന്നുള്ളതാണ്. അപ്പൊ അത് കിടക്കണ എവിടെയാ? പ്രോഫിറ്റിന്റെ ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. അപ്പൊ അത് കൂടിക്കൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഫോളോ ചെയ്യും. പക്ഷെ അത് കണ്ടീഷണൽ ആണ്. എന്താണ് ഈ പറയുന്ന C/V കൂടുന്നതിനേക്കാളും വലിയ നിരക്കിൽ S/V എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് സർപ്ലസ് വാല്യൂ ആണ്, അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷന്റെ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ തിരിച്ചിട്ട് സംഭവിക്കും. അപ്പൊ ഇതൊരു ടെൻഡൻഷ്യൽ ലോ ആണ്. പക്ഷെ ടെൻഡൻസി എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഫാൾ ചെയ്യാൻ തന്നെയാണ്. അപ്പൊ ROP falls if C/V rises faster than S/V. C/V rises faster, അത് ടെൻഡൻസിയാണ്. ബട്ട് ദർ ആർ ടൈംസ് വെൻ S/V rises faster, കൗണ്ടർ ടെൻഡൻസി ആണ്. അതിന്റെ തിയറട്ടിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ മാർക്സ് ചെയ്ത് 3ാമത്തെ വോള്യത്തിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ LTRPF എടുക്കുമ്പോഴോ, അതായത് ലോ ഓഫ് ടെൻഡൻസി ഓഫ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഫാൾ എടുക്കുമ്പോഴോ ഇതിന്റെ ഏറ്റവും നല്ല ഡാറ്റ ഉള്ളത് എസ്ബാൻ മെയ്റ്റോന്റെയാണ്. അത് ഹിസ്റ്റോറിക്കൽ ട്രാൻസിഷൻസ് ഓഫ് ക്യാപിറ്റൽ ദ ഡൗൺവേർഡ് ട്രെൻഡ് ഇൻ ദ റേറ്റ് ഓഫ് പ്രോഫിറ്റ് സിൻസ് 19th century എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ആണ്. ഇത് മെയ്റ്റോ ഒരു ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുലേനെ ചില അപ്രോക്സിമേഷൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിപ്പം വായിച്ച് എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്നില്ല. അത് ഓക്കെ, അത് ഫൈനാണ്, കുഴപ്പമില്ല. അപ്പൊ ചെയ്തു നോക്കിയാൽ എന്താ കാണാം? പ്രോഫിറ്റ് ഇൻ കോർ കൺട്രീസിൽ എടുത്തു കഴിഞ്ഞാൽ 869 തൊട്ടുള്ള ഡാറ്റ മെയ്റ്റോ ചെയ്തിട്ടുണ്ട്. 2009 വരുമ്പോൾ എന്താണ് ഇടയ്ക്ക് പൊന്തിയും താന്നലോ ഒക്കെ കാണുന്നുണ്ടെങ്കിലും ടെൻഡൻസി എന്താ? സെക്യുലർ ഡിക്ലൈൻ ആണ്, താന്നിട്ട് തന്നെ വരികയാണ്. അപ്പൊ അതാണ് ഒരു കാര്യം. ഇത് ജർമ്മനി, UK, US എടുത്താലും എന്താ? സെക്യുലർ ഡിക്ലൈൻ എവിഡന്റ് ആണ്. ഇടയ്ക്ക് പൊങ്ങുന്നൊക്കെ ഉണ്ട്, അത് നോക്കിയാൽ 40-45 ഓരോ സമയത്ത് ഓരോ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ചരിത്രവും ഇതുമായിട്ട് സിമ്പിളായിട്ട് റിലേറ്റ് ചെയ്യുന്നതും കാണാം. പിന്നെ നെതർലാൻഡ്സ്, സ്വീഡൻ, ജപ്പാൻ എടുത്താലും ഇത് താഴെ പോകുന്നു. അർജന്റീന, ബ്രസീൽ, കൊറിയ, അത് ഓരോന്നിനും ഓരോ ചിത്രമാണ്.
അപ്പൊ ഇത് മൈക്കൽ റോബർട്സിന്റെ ഒരു സാധനമാണ്. ലോങ് ഡിപ്രഷനിൽ എന്താണ് പുസ്തകത്തിലെ മൈക്കൽ റോബർട്സ് വർക്ക്ഔട്ട് ചെയ്ത കണക്കാണ്. അതിൽ US റേറ്റ് ഓഫ് പ്രോഫിറ്റിന്റെ മുമ്പിൽ പീരിയോഡിക് ആയിട്ട്, അതായത് 46 തൊട്ടിട്ട് 67 വരെ ആ ഗോൾഡൻ ഏജിൽ ഉള്ള പ്രോഫിറ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ പ്രോഫിറ്റബിലിറ്റി ക്രൈസിസ് വരും, അത് നമ്മൾ ന്യൂ ലിബറൽ കഴിഞ്ഞിട്ട് ഒരു റിക്കവറി വരും. പക്ഷെ ബേസിക്കലി എന്താണ് സെക്യുലർ ഡിക്ലൈൻ കാണാം. ഇത് മറ്റേ നമ്മൾ ടെൻഡൻസീസ് രസകരമായിട്ട് എംപിരിക്കലി മൈക്കൽ റോബർട്സ് കാണിക്കുന്നത് 92 തൊട്ടിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ ഈ 96 ഒരു പൊങ്ങലുണ്ട്, സ്വാഭാവികമായിട്ടും പൊങ്ങലുണ്ട്. അന്ന് എന്താ സംഭവിച്ചത് നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 19% റൈസ് ആണ് ആവറേജ് റേറ്റ് ഓഫ് പ്രോഫിറ്റിൽ ഉണ്ടായത്. അപ്പൊ അന്ന് ടെൻഡൻസികളൊക്കെ എന്താ 24% റൈസിന്റെ റേറ്റ് ഓഫ് സർപ്ലസ് വാല്യൂ ഉണ്ടായിട്ടുണ്ട്, 6% റൈസിന്റെ OCC ഉണ്ടായിട്ടുണ്ട്. പക്ഷെ OCCന്റെ റൈസിനെക്കാളും വളരെ അധികമാണ് എന്ത് റേറ്റ് ഓഫ് സർപ്ലസ് വാല്യൂ അല്ലെ റേറ്റ് ഓഫ് എക്സ്പ്ലോയിറ്റേഷന്റെ പെർസെന്റേജ്. അതുകൊണ്ടാണ് അവിടെ റേറ്റ് ഓഫ് പ്രോഫിറ്റ് കൂടിയത്. പിന്നെ അത് അവിടെ താഴെ വരുന്നു. 2004 വരുമ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ വരുമ്പോഴേക്ക് 2002 2001 വരുമ്പോൾ 6% fall in ARP, 5 average rate of profit, 5% fall in rate of surplus value, and 3% rise in organic composition of capital. അപ്പോൾ 5% fall in rate of surplus value. അപ്പോൾ എസെൻഷ്യലി താഴെ പോകും. അപ്പൊ ഇത് LTRPFന്റെ വെറാസിറ്റി പ്രൂവ് ചെയ്യുന്ന ഡാറ്റയാണ്. അപ്പൊ ഞാൻ നിർത്താൻ പോവാണ്. അപ്പൊ എന്റെ കൺക്ലൂഷൻ ഇതാണ്, നമ്മളിവിടെ ഡെമോൺസ്ട്രേറ്റഡ് ദി എംപിരിക്കൽ വാലിഡിറ്റി ഓഫ് മാർക്സ് 3 ലോസ് ഓഫ് ക്യാപിറ്റലിസം. നമ്മൾ അതിനെ മാത്തമെറ്റിക്കലി നമ്മൾ ചെയ്ത സ്റ്റെപ്പുകൾ ഇതാണ്. മാത്തമെറ്റിക്കലി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഫോർമുലേറ്റ് ചെയ്തു, ഒരു മോഡൽ ഉണ്ടാക്കേണ്ടടുത്ത് ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് നിലവിലുള്ള ഡാറ്റയുമായിട്ട് അത് ഫിറ്റ് ആവുമെന്ന് നോക്കി, ഫിറ്റ് ആവുമെന്ന് പറഞ്ഞു. അതാണ് ചെയ്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് അങ്ങനെ അത്ര സ്മൂത്ത് ആണോ? ഇതിനകത്ത് മെത്തഡോളജിക്കൽ ക്രിറ്റിസിസം ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്തമെറ്റിക്കൽ മോഡൽസ് ഉണ്ടാക്കുന്നുണ്ട്. കോറിലേഷന്റെ കാര്യത്തിലൊക്കെ പല ക്രിറ്റിസിസവും ഉണ്ടാവും. രണ്ട് സൈഡിൽ നിന്നും ഉണ്ട്. അതായത് നിയോ ക്ലാസിക്കലാരുടെ സൈഡിൽ നിന്നും ഉണ്ട്, നമ്മളെ മാർക്സിസ്റ്റുകളുടെ സൈഡിൽ നിന്നും ഉണ്ട്. സോ എന്റെ അഭിപ്രായത്തിൽ കാരണം ഇതൊക്കെ റീസെന്റ് ആയിട്ടുള്ള ഡാറ്റ ആണ് പലപ്പോഴും ഉണ്ടാക്കിയത്. ഇപ്പം നമ്മളെ റിക്കാർഡിയന്മാരെ നിയോ റിക്കാർഡിയന്മാരെ ഒരു ഭയങ്കര ഓൺസ്ലോട്ട് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഒരു മാർക്സിസ്റ്റ് പീന്റെ ഒരു എംപിരിക്കൽ സാധനത്തിന്റെ എമർജൻസിന് ശേഷമുള്ള, അതായത് മിക്കവാറും 2005 ശേഷമുള്ള സാധനമാണ്. അപ്പം എസെൻഷ്യലി പുതിയതാണ്. അപ്പം നാച്ചുറൽ പാർട്ട് ഓഫ് ദ സയന്റിഫിക് പ്രോസസ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമത്തേത്, ഇത്തരം സയന്റിഫിക് എൻഗേജ്മെന്റ് വിത്ത് ദി ന്യൂ ഇൻഫർമേഷൻ ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ദി ഫർദർ ഡെവലപ്മെന്റ് ഓഫ് തിയററ്റിക്കൽ. നമുക്ക് ഈ സാധനങ്ങളുമായിട്ട് സയന്റിഫിക് ആയിട്ട് എൻഗേജ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സാധനം നമ്മളെ സിദ്ധാന്തം വികസിപ്പിച്ചെടുക്കാനും പറ്റുള്ളൂ. കാരണം നമുക്ക് ഇത് വെറും സിദ്ധാന്തം അല്ല, ഇതൊരു ആക്ഷനെ ഗൈഡ് ചെയ്യേണ്ട ഒരു പ്രിൻസിപ്പിൾ ആണ്. അതിന് നമുക്ക് എംപിരിക്കൽ റെഗുലാരിറ്റീസ് കിട്ടുന്നത്ര അതിനകത്ത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റണം, അതിനെ ഇമ്പ്രൂവ് ചെയ്യുന്നിടത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റണം. അങ്ങനെ നോക്കുമ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് നിർത്തുന്നതിന് മുന്നേ ഞാനൊരു രസകരമായിട്ടുള്ള എൻ്റെ ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ, ഞാൻ ഇത് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു സാധനമാണ്. പ്രത്യേകിച്ച് ഐഡിയാസിന്റെ രീതിയിൽ നോക്കിയാലേ, ഇപ്പൊ ഗ്രാവിറ്റേഷണൽ വേവ്സ് തിയററ്റിക്കലി പ്രൊഡിക്റ്റ് ചെയ്തു, പക്ഷെ ലിഗോ വന്നിട്ടാണ് അത് എംപിരിക്കലി ചെയ്യാൻ പറ്റിയത്. മാർക്സിന്റെ ഈ പറഞ്ഞ ലേബർ തിയറി നമുക്ക് ഈ സാധനം വന്നതിന് ശേഷം എംപിരിക്കലി ഇത് ഫോർമുലേറ്റ് ചെയ്യാനും പറ്റും. അപ്പം അവിടെ ഒരു കമ്പാരിസൺ. രണ്ട്, കോസ്മോളജിക്കൽ കോൺസ്റ്റന്റും ട്രാൻസ്ഫോർമേഷൻ പ്രോബ്ലം കൂടിയുള്ള ഒരു എപ്പിസ്റ്റമിക് സെൻസിലെ, അതായത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിന്റെ ഒരു കോൺസിക്വൻസ് ആണ് സ്വാഭാവികമായിട്ടും യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നത്. പക്ഷെ 1917-18 നമ്മളെ കൺസെപ്റ്റ് സ്റ്റാറ്റിക് യൂണിവേഴ്സ് ആണ്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐൻസ്റ്റൈൻ ഈ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പൊ പിന്നെന്തായി, ഹബിളിന്റെ അത് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടപ്പോൾ റെഡിയായി, പ്രശ്നമില്ല, അത് അവിടെ നിൽക്കട്ടെ. ഇനി അതിനൊരു ട്വിസ്റ്റിംഗ് കൂടെ ഉണ്ട്. മാർസിന്റെ കേസിലാണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ പ്രോബ്ലം, മാർസിന് അറിയാം വാല്യൂ എക്സ്ചേഞ്ച് വാല്യൂനെ ഡിറ്റർമിൻ ചെയ്യുന്ന ലേബർ ആണ്, പക്ഷെ അത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ പ്രൈസസ് ഓഫ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചുറ്റിത്തിരിയേണ്ടി വന്നു. മാർസിന്റെ തിയറിന്റെ കോൺസിക്വൻസ് ആണ്. പക്ഷെ ഈ പറയുന്ന അന്നത്തെ നമ്മളെ ഈ ഒരു ടെക്നോളജിന്റെ അല്ല എംപിരിക്കൽ ആയിട്ടുള്ള സാധനത്തിന്റെ ഒരു പ്രയാസം കൊണ്ട് പറ്റിയതാണ്. അപ്പം നമ്മൾ ഇപ്പം സത്യം പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ പ്രോബ്ലം ആ രൂപത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് കരുതേണ്ട കാര്യമില്ല. വേറൊന്ന്, ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ വേറൊരു കാര്യം കൂടി മാറി, ഇൻഫ്ലേഷണറി ആണല്ലോ, അതായത് എന്താണ് ആക്സിലറേറ്റഡ് ആയിട്ടുള്ള എക്സ്പാൻഷൻ ഉണ്ട്. അപ്പൊ പോസിറ്റീവ് ആയിട്ട് ഒരു കോസ്മോളജിക്കൽ കോൺസെപ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിൽ എക്സ്പെർട്ട് ഒന്നല്ല, നമ്മളൊരു പോപ്പുലർ സയൻസ് സെൻസിൽ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഒരു ഫിലോസഫി ഓഫ് സയൻസിന്റെ സെൻസ് പറഞ്ഞു. അപ്പം അപ്പൊ ഇവിടെയൊക്കെ ഇത് പറ്റും, അതായത് ഫിസിക്സ് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇത് ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ പ്രോബ്ലത്തോടെ മാർക്സും അടിച്ചു എന്ന് പോൾ സാമുവൽസണും അല്ലെങ്കിൽ ഇത് റിഗാമറോൾ അങ്ങനെയാണെന്ന് മറ്റേ ഇവരെല്ലാം പറയുന്ന വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇത് ഒരു രസകരമായ കമ്പാരിസൺ ആണ്. വേറെ ജിയോമെട്രിക് റീസണിങ് രണ്ട് സ്ഥലത്തുണ്ടോ എന്ന് നമുക്ക് അറിയാൻ. മറ്റേത് നമ്മളെ മിൻസ്കോവ്സ്കി ജിയോമെട്രി സാധനമൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇതിനകത്ത് മാർക്സിന്റെ ലേബർ തിയറീനെ ലോജിക്കലി അതിനകത്തൊരു കൺസർവേഷൻ പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളത്
ലോജിക്കലി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോൾ കോക്സ്ഷോട്ട് ഒരു പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. അത് ഈ നോർദറിന്റെ തിയറി അനുസരിച്ചിട്ട് ആൾജിബ്രിക് ജോമെട്രി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത് ഇങ്ങനെ ഒരു കമ്മോഡിറ്റി സ്പേസ് ഒക്കെ ഉണ്ടായിട്ട്. അപ്പൊ എസെൻഷ്യലി ഒരു ജോമെട്രിക്കൽ റീസണിങ് ഇതിനകത്ത് രണ്ട് സ്ഥലത്തും ഒരേപോലെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ മാർക്സ് ആണെങ്കിലും ഈവൻ രണ്ട് കോമൺ ആയ സാധനങ്ങൾ കമ്പയർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്ന സാധനം രണ്ട് റെക്ടിലീനിയർ ആയ സാധനങ്ങൾ കമ്പയർ ചെയ്യാൻ നമ്മൾ അതിനെ രണ്ട് ട്രയാങ്കിൾ ആയിട്ട് നോക്കും. ട്രയാങ്കിൾ ആകുമ്പോൾ അതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് ½ BH ആണ്, ½ BH ആണ്. അപ്പം അത് ആദ്യത്തെ ഈ അടിയിൽ നോക്കുമ്പോൾ മറ്റേ ക്വാണ്ടിറ്റീസുമായിട്ട് ഇത് വ്യത്യാസം. അപ്പൊ ജോമെട്രിക്കൽ റീസണിങ് മാർക്സിലും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഈ ഒരു സാധനം കൂടി എനിക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇത് നിർത്താണ്. ഇത് നമ്മളെ മാർക്സിന്റെ ഫോയർബാഹിന്റെ 11ാമത്തെ തീസിസ് ആണ്. ഫിലോസഫേഴ്സ് ഹാവ് ഓൺലി ഇന്റർപ്രറ്റഡ് ദ വേൾഡ് ഇൻ വാരിയസ് വേസ്. ദ പോയിന്റ് ഹൗവർ ഇസ് ടു ചേഞ്ച് ഇറ്റ്. ഇതിന് പല അർത്ഥമുണ്ട്. നമ്മൾ ഇപ്പൊ തൽക്കാലം ഉദ്ദേശിക്കുന്ന ഒരർത്ഥം എല്ലാം ആർക്കും അറിയുന്ന ഒരു അർത്ഥം അത് എടുക്കുക. അപ്പം നമ്മളെ കയ്യിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു തിയറി ഉണ്ട്. അതിന്റെ ബേസ് ഭയങ്കര സ്ട്രോങ് ആണ്, എംപിരിക്കലി വെരിഫൈഡ് ആണ്. അപ്പൊ അതിനകത്ത് വേറെ അപ്പോളജറ്റിക്കൽ ആവേണ്ട കാര്യമൊന്നുമില്ല. ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിഗറസ് ആയിട്ട് പഠിക്കേണ്ടി വരും. മാത്രമല്ല നമ്മളെ ആക്ഷനെ ഇൻഫോം ചെയ്യാൻ ഈ തിയറി ഉപയോഗിക്കണം. അതുപോലെ തന്നെ ആക്ഷനിൽ ഉണ്ടാവുന്ന റിയൽ വേൾഡിൽ നിന്നുള്ള ഇൻപുട്സ് ഉപയോഗിച്ച് തിയറി മോഡിഫൈ ചെയ്യാനും കൂടി ശ്രമിക്കണം. അത് അക്കാഡമിക്ക് താല്പര്യങ്ങളുടെ ഭാഗത്ത് നിന്ന് നടക്കും. അതല്ലാണ്ട് നമ്മളൊരു സാമൂഹ്യ മാറ്റം ആഗ്രഹിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് അതിന്റെ ഒരു ജ്ഞാനമണ്ഡലം വികസിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഒരു പൊളിറ്റിക്സും കൂടെ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അത്രേ പറയാനുള്ളൂ. എത്രത്തോളം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് അറിഞ്ഞുകൂടാ ഒരു കാര്യം. ഞാൻ ഇത് പ്രാഥമികമായിട്ട് ഈ മേഖലയിലെ ഒരു അക്കാഡമിക് ആളൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് പലതരത്തിലുള്ള പരിമിതികൾ ഉണ്ടാവും. അപ്പൊ അത് വിമർശനങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു കോമ്രേഡ്. നമ്മൾ സമയവും ധാരാളം അതിക്രമിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് മിഥുനുമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഏതെങ്കിലും നിലയിൽ വിശദീകരണം ചോദിക്കാനുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കമന്റ് ബോക്സിൽ എഴുതിയിടുക. മിഥുൻ അത് വായിച്ച് വിശദീകരണം നൽകുന്നതായിരിക്കും. 1-2 കമന്റുകൾ ഓൾറെഡി വന്നിട്ടുണ്ട് കോമ്രേഡ്. ഒന്ന് നോക്കിയാല് അതൊന്ന് കുറച്ച് മുകളില് മിസ്റ്റർ ബിനോയ്. ഓക്കെ, wanted to point related to that the organic combustion catalyst is an essential factor which determines resource value generated by given catalyst. So it plays important in ട്രാൻസ്ഫോർമേഷൻ പ്രോബ്ലത്തിന്റെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇനി ട്രാൻസ്ഫോർമേഷൻ പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്റെ ഇവിടുത്തെ ആർഗ്യുമെന്റ്. ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അതായത് മണി വാല്യൂ ഓഫ് ദ കമ്മോഡിറ്റീസ് വാല്യൂ തരൂല എന്നുള്ളതാണ് പറയുന്നത്. മേ നോട്ട് ഗിവ് ദ വാല്യൂ നിർബന്ധമില്ല. നമ്മൾ പക്ഷേ ഇപ്പം ഈ പറയുന്ന സാധനം ഇൻപുട്ട് ഔട്ട്പുട്ട് ചാർട്ടിൻ്റെത് ലേബറിനെ നമ്മൾ ലേബർ അവേഴ്സിൽ പോർട്ട് ചെയ്ത സ്റ്റഡീസ് ഉണ്ട്. ലേബറിനെ നമ്മൾ വേജ് റേറ്റിൽ നിന്ന് ബാക്കോട്ട് കൊണ്ടുപോയിട്ട് അല്ലാണ്ട് ലേബർ അവേഴ്സിൽ എനിക്ക് തോന്നുന്നു നെതർലാൻഡ്സിലാണെന്ന് തോന്നുന്നു ഡേവ് സക്കറിയാസിന്റെ ഡേറ്റ് ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് മണി വാല്യൂ ആയിട്ട് തന്നെ ഈ ലേബർ ഔട്ട്പുട്ട്, ലേബർ ഇൻപുട്ട്, ലേബർ നമ്മൾ ലേബർ ടൈമിൽ മെഷർ ചെയ്താൽ തന്നെയും മണി വാല്യൂമായിട്ട് നല്ല രീതിയിൽ കറസ്പോണ്ടൻസ് ഉണ്ട്. ലോജിക്കലി അങ്ങനെ വേണമെന്നില്ല, പക്ഷെ ആ ലോ ഓഫ് ആവറേജ് അവിടെ ആ രൂപത്തിൽ അസേർട്ട് ചെയ്യുന്നതാണ്. മറ്റ് കമന്റുകളെ ഒരു സാധനം കൂടെ വന്നിട്ടുണ്ട്. ഹൗ ദ അപ്കമിങ് AI ആൻഡ് റോബോട്ടിക് പ്രൊഡക്ഷൻ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് മീൻസ് വിത്തൗട്ട് ഹ്യൂമൻ ലേബർ ഓൾസോ പ്രോഫിറ്റ് ക്യാൻ ബി മെയ്ഡ് എന്നുള്ളതാണ്. അപ്പം അതില് ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പം AI-ന് ഇപ്പൊ റോബോട്ട് വരുമ്പോഴുള്ള ഒരു കാര്യം, ഇതിനകത്ത് ഓട്ടോമേഷൻ ഫസ്റ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനെ ആലോചിക്കാൻ ഇപ്പൊ ഈ AI അല്ലെങ്കിൽ റോബോട്ട് വരുമ്പം എന്താ സംഭവിക്കുക എന്ന് ആലോചിക്കാൻ മാർക്സിന്റെ രീതിയിൽ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അധ്വാനത്തിനെ ഓർഗനൈസ് ചെയ്യുന്ന രീതിനെ അതെങ്ങനെയാണ് മാറ്റുക എന്ന് ആലോചിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു പ്രൈമറി പോയിന്റ് എന്ന് എനിക്ക് തോന്നുന്നു.
അതായത് ഈ പറയുന്ന റോബോട്ടിക് സാധനങ്ങളും മറ്റതും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അധ്വാനത്തെ എങ്ങനെയാണ് അത് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡ് എന്ന് പറയുന്നത് ഫുള്ളായിട്ടുള്ള ഒരു ഓട്ടോമേഷൻ ക്യാപിറ്റലിസ്റ്റുകൾ ആലോചിച്ചിട്ടുണ്ട് എന്ന് ഇപ്പൊ തോന്നുന്നില്ല. അത് അവർക്ക് അത്ര ലാഭമല്ല എന്നുള്ള ഒരു സംഗതി ഉണ്ട്. അപ്പം പല പോയിന്റുകളിലും മനുഷ്യന്മാര് വരുന്ന മനുഷ്യന്മാരും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഈ പറയുന്ന പ്രോസസ്സാണ് വരുന്നത്. ഇപ്പം നമ്മളെ ഈ ആൾക്കാരെ കെയർ ചെയ്യുന്ന റോബോട്ട് ഉണ്ട്. അപ്പൊ അതിന് വേണ്ട പല ഇൻപുട്ടും കൊടുക്കുന്നത് മറ്റേ ഈ രോഗികളെ കെയർ ചെയ്യുന്ന റോബോട്ടുണ്ട്. അതിന് വേണ്ട ഇൻപുട്ട് പലതും കൊടുക്കുന്നത് അവരെ ബന്ധുക്കളും നേഴ്സും ഒക്കെയാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ക്യാപിറ്റലിനകത്ത് എക്സ്പ്ലോയിറ്റേഷൻ വിസിബിൾ അല്ല. അപ്പം ഇങ്ങനെ ലേബർ ഓർഗനൈസ് ചെയ്യുമ്പോൾ, അതായത് ഈ റോബോട്ട് വന്ന് പെടും, അത് മനുഷ്യന്മാരുടെ ഇടയിൽ പെടും, അതിന് പല ഇൻപുട്ടും നമ്മളാണ് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ആ ഇൻപുട്ട് കൊടുക്കണമെന്നൊന്നും ലേബർ ആയിട്ട് എടുക്കില്ല. പക്ഷെ അത് ടോട്ടൽ പ്രോസസ് ഓഫ് ക്യാപിറ്റൽ അക്യുമുലേഷനിൽ ഉപകാരപ്പെടുകയും ചെയ്യും. അതൊന്ന്. രണ്ട്, ഫുള്ളായിട്ടുള്ള ഒരു ഓട്ടോമേഷനേക്കാളും പല എൻഡിലും ആളുകളെ നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രോസസ്സാണ് ക്യാപിറ്റലിസം ഇപ്പം വർക്ക് ചെയ്യുന്നത് തോന്നുന്നു. ഇപ്പം ആമസോൺ മെക്കാനിക്കൽ ടർക്കൊക്കെ അത് കമ്പ്യൂട്ടറിനും ചെയ്യാവുന്ന പണിയായിരിക്കും, പക്ഷെ അതിപ്പം വളരെ ചെറിയ ലേബറിന് ടർക്കേഴ്സിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഓട്ടോമേഷൻ എന്നുള്ളതിനേക്കാളും ഓട്ടോമേഷന്റെ പൊളിറ്റിക്കൽ ഇക്കണോമീനെ ഹെട്രോമേഷൻ എന്നുള്ള രീതിയിൽ മനുഷ്യനും യന്ത്രവും കൂടി വർക്ക് ചെയ്യുന്ന ഒരു സ്പേസിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് കാണുകയും അതിനെ അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി ഇപ്പോൾ ഉണ്ട്. നമ്മളെ MIT-യിലുള്ള 2 റീസേർച്ചേഴ്സ് ആ സാധനം എന്തായിരുന്നു, ഹമാദ് എക്കിബാനോ അങ്ങനെയൊക്കെയാണ്, വേറൊരാളും ഉണ്ട്, 2 ആളുണ്ട്. അവർ 2 ആളും കൂടി ഹെട്രോമേഷൻ എന്നാണ് അവരെ ഈ സങ്കല്പത്തിന് പറയുന്നത്. പിന്നെ AI-ന്റെ കേസിലാണെങ്കിൽ AI സമൂഹത്തിലെ അധ്വാനത്തിനെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യാൻ നോക്കണം. അപ്പൊ അത് ഒന്നുകിൽ AI-നെ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ ആ ഇൻപുട്ട് വരുമോ, അല്ലെങ്കിൽ AI സ്വന്തം പഠിക്കുകയോ ചെയ്യണം. അപ്പൊ അത് ആ ഒരു അധ്വാനത്തിനെ ഓർഗനൈസ് ചെയ്യുന്ന രൂപം വെച്ചിട്ട് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷെ നമ്മള് മുമ്പ് മെഷീൻ വന്നപ്പോഴും കെയ്ൻസ് പറഞ്ഞത് മെഷീൻ എല്ലാം കൂടി വരുമ്പോഴും നമുക്ക് 3 മണിക്കൂർ ലേബർ വരെ എല്ലാവരും വെറുതെ ഇരിക്കാം. പക്ഷെ സംഭവം ഉണ്ടായത് എന്താ വെച്ച് കഴിഞ്ഞാല് മെഷീൻ എല്ലാം വന്നു, പക്ഷെ ആൾക്കാർക്ക് പണിയുള്ള ആൾക്കാർക്ക് കുറെ സമയം പണിയെടുക്കേണ്ടി വന്നു. പക്ഷെ എന്നാൽ ഈ ക്യാപിറ്റലിസ്റ്റ് റിലേഷൻസ് അതേ രൂപത്തിൽ തുടരുകയും ആണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ വളരെ ക്ലിയർ അല്ല എന്ന് എനിക്കറിയാം. ഒന്നാമത് ആ വിഷയം അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞ 3 പോയിന്റ് ഇതാണ്. ഒന്ന്, ഒരു ഫുൾ ഓട്ടോമേഷൻ ഇപ്പം ക്യാപിറ്റലിസ്റ്റ് ആലോചിക്കുന്നുണ്ടോ എന്നറിയില്ല, മറിച്ച് ഒരു ഹെട്രോമേഷൻ എന്നുള്ള ഒരു ശൈലിയിലാണ് അവർ പോകുന്നതെന്ന് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം, AI വരുമ്പം അത് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യാന്നുള്ളതിൽ അത് എങ്ങനെയാണ് അധ്വാനത്തെ ഓർഗനൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കംപ്ലീറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടാണെങ്കിൽ എന്ന വിഷയവുമായിട്ട് ഒരു ബന്ധമുണ്ട്. അപ്പം അത് നമ്മളെ AI-നെ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റുമോ, അല്ലാതെ ആ കോഡ് റീറൈറ്റ് ചെയ്ത് സ്വന്തം എഴുതുമോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും തോന്നുന്നു. അത് കുറച്ചും കൂടി ചിലപ്പോൾ അതൊരു മെഷീൻ എത്തിക്സിന്റെ ക്വസ്റ്റ്യനും കൂടി ആവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. മൂന്നാമത്തെ കാര്യം, 2 രീതിയിലാണെങ്കിലും ഇതിനെ ആലോചിക്കേണ്ടത് അധ്വാനത്തെ എളുപ്പത്തിൽ ആലോചിക്കാനുള്ള ഒരു ചിന്തിക്കാനുള്ള എളുപ്പം എന്ന് പറയുന്നത് അധ്വാനത്തെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യാം എന്നുള്ള അർത്ഥത്തിൽ ആലോചിച്ചാലായിരിക്കും സമൂഹത്തിൽ അതെന്ത് ചേഞ്ചാണ് ഉണ്ടാക്കുക എന്നുള്ളത് പറയാൻ പറ്റാമെന്ന് തോന്നുന്നു. എനിക്ക് ഞാൻ വേണ്ടത്ര ക്ലിയർ ആയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒക്കെ കോമ്രേഡ്, ബാക്കിയൊക്കെ കമന്റുകളാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇനി ആർക്കെങ്കിലും മിഥുൻ അവതരിപ്പിച്ച പേപ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ അഡ്മിന്മാരുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് വോയിസ് ആയോ ടെക്സ്റ്റ് ആയിട്ടോ അയക്കാം. അത് മിഥുൻ എത്തിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിനുള്ള വിശദീകരണം നൽകുകയും ചെയ്യും. നമ്മൾ സമയം കൂടുതൽ ദീർഘിച്ചുകൊണ്ടാണ്. ഇതിലുള്ള കമന്റുകളും ഞങ്ങൾ കോപ്പി ചെയ്തിടാം. എന്തായാലും നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഡോക്ടർ മിഥുൻ സിദ്ധാർത്ഥന് ഏറെ സ്നേഹത്തോടുകൂടി ഡയലക്റ്റിക് റിസർച്ച് ഫോറത്തിന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഈ അവതരണത്തിൽ പങ്കെടുത്ത മുഴുവൻ സുഹൃത്തുക്കൾക്കും നമ്മൾ ഡയലക്റ്റിക്കിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. സ്നേഹപൂർവ്വം നമുക്കിന്ന് അവസാനിപ്പിക്കാം. ഗുഡ് നൈറ്റ്.